Lighter to Lighten Marthoma Study Forum. ഏറ്റവും ബഹുമാന്യരായ വൈദികർ, ഏറ്റവും ബഹുമാനപ്പെട്ട അഭിലാഷ് സാർ, പ്രിയമുള്ള ലൈറ്റർ ടു ലൈറ്റന്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ലൈറ്റർ ടു ലൈറ്റന്റെ ആഭിമുഖ്യത്തിലുള്ള 243ാമത് വെബ് സെമിനാറാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ളതാണ് വിഷയം. ഈ വിഷയത്തിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ അധ്യാപകനായിട്ടുള്ള അഭിലാഷ് ആർ സാറാണ്. ബഹുമാനപ്പെട്ട അഭിലാഷ് സാറിനെയൊക്കെ PM മാത്യു അച്ഛൻ സ്വാഗതം ചെയ്യുകയും ഈ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ ഈ സെമിനാർ ആരംഭിക്കുന്നത് പാട്ടോടും പ്രാർത്ഥനയോടും കൂടിയാണ്. അപ്രകാരം പാട്ട് പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി നമ്മുടെ പ്രിയപ്പെട്ട സ്മിത മെറിൻ തോമസ് കൊച്ചമ്മയെ ക്ഷണിച്ചുകൊള്ളും. കൊച്ചമ്മ മ്യൂട്ടാണ്. കൊച്ചമ്മ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. പാടാൻ മറന്നു പോയി ഞങ്ങൾ, പറയാൻ മറന്നു പോയി എന്നും, ഈ മണ്ണും ജീവന്റെ സ്പന്ദനവും നിൻഗേഹമാണെന്ന സത്യം, ഈ മണ്ണും ജീവന്റെ സ്പന്ദനവും നിൻഗേഹമാണെന്ന സത്യം, ചുറ്റും മേശകളിൽ ഒത്തുചേർന്നു, മേശകളിൽ ഒത്തുചേർന്നു, ധൂർത്തരായി സ്വാർത്ഥരായി അന്തരമേവുമ്പോൾ വ്രണിതമാ ഭൂമി തൻ രോദന ഉയരുന്നു, ധൂർത്തരായി സ്വാർത്ഥരായി അന്തരമേവുമ്പോൾ വ്രണിതമാ ഭൂമി തൻ രോദന ഉയരുന്നു. പാടാൻ മറന്നു പോയി ഞങ്ങൾ, പറയാൻ മറന്നു പോയി എന്നും, ഈ മണ്ണും ജീവന്റെ സ്പന്ദനവും നിൻഗേഹമാണെന്ന സത്യം, വിഭവം കവർന്നെടുത്തു, വിഭവം കവർന്നെടുത്തു, മണ്ണിന്റെ വിയർപ്പിൻ നീരും അധ്വാനവും ഉൾവിളിയാകില്ല നാഥ, മണ്ണിന്റെ വിയർപ്പിൻ നീരും അധ്വാനവും ഉൾവിളിയാകില്ല നാഥ, പാടാൻ മറന്നു പോയി ഞങ്ങൾ, പറയാൻ മറന്നു പോയി എന്നും, ഈ മണ്ണും ജീവൻ സ്പന്ദനവും നിൻഗേഹമാണെന്ന സത്യം, ഈ മണ്ണും ജീവൻ
സ്പന്ദനവും നിൻ ഗീതമാണെന്ന സത്യം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ ഭൂമിയിൽ അവിടുന്ന് ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ പരിസ്ഥിതിയെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പലപ്പോഴും ഞങ്ങൾ അത് മറന്നു പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുന്നു കർത്താവെ. ഇന്ന് ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ പരിസ്ഥിതിയുടെ പുനഃക്രമീകരണത്തെ പറ്റി പഠിക്കുവാൻ, ആഴത്തിൽ മനസ്സിലാക്കുവാൻ, കർത്താവെ പുനഃസ്ഥാപനത്തെ പറ്റി ചിന്തിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്. ഞങ്ങൾക്ക് നേർത്തു നൽകുന്ന അച്ഛന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സാറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ കേൾക്കുന്നത് കർത്താവെ കേട്ടു പോകുവാനായിട്ടല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവെ നീ ഉദ്ദേശിക്കുന്ന പ്രകാരം ഈ ഭൂമിയെ ആക്കി തീർക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറുവിരലെങ്കിലും കർത്താവെ അനക്കുവാനൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മീറ്റിങ്ങുകളിലൊക്കെ സംഘടിപ്പിക്കുവാനൊക്കെ കർത്താവെ കൊടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇത് തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു, കൃപയുണ്ടായിട്ട് കേൾക്കണം പിതാവേ. താങ്ക് യു സ്മിത കൊച്ചമ്മ. വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥപൂർണമായിട്ട് കൊച്ചമ്മ അത് പാടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രിയപ്പെട്ട സ്മിത കൊച്ചമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇടവകക്കാരിയാണ്. പുന്തലയിലാണ് കുടുംബം താമസിച്ചിരുന്നതെങ്കിലും വെൺമണി സെഹിയോൻ ഇടവകയിലെ അംഗമാണ്. ചെറുപ്രായം മുതൽ തന്നെ കൊച്ചമ്മയെ എനിക്ക് അറിയാം. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് കൊച്ചമ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചമ്മയോട് ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സെമിനാറിനെ മോഡറേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട VM മാത്യു അച്ഛനാണ്. VM മാത്യു അച്ഛന് ഒരു ആമുഖത്തിന്റെ ആവശ്യം നമ്മളുടെ ഇടയിൽ ഇല്ല. കോട്ടയം വൈദിക സെമിനാരിയിലെ അധ്യാപകനാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. നല്ല പഴയ നിയമത്തിൽ പണ്ഡിതനായിട്ടുള്ള ഒരു വേദശാസ്ത്രജ്ഞനാണ് VM മാത്യു അച്ഛൻ എന്ന് എനിക്ക് അടിവരയിട്ട് പറയുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിന് കാലികമായി വേദപുസ്തകത്തിന് അർത്ഥം നൽകുവാനും അതിന്റെ യഥാർത്ഥ ആത്മീയത അന്വേഷിക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്വസ്റ്റ്, അതിനുവേണ്ടിയുള്ള ഒരു ത്വര എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. പരിസ്ഥിതി ദൈവശാസ്ത്രം എന്നുള്ളതാണ്. അദ്ദേഹം നമ്മുടെ മാർത്തോമാ സഭയുടെ പരിസ്ഥിതി കമ്മിറ്റിയുടെ കൺവീനറായി ചുമതലയേറ്റപ്പോഴാണ് സത്യത്തിൽ മാർത്തോമാ സഭയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ട് എന്നുള്ള വിവരം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു പുതിയ കാഴ്ചപ്പാട് സഭയ്ക്ക് അല്ലെ സമൂഹത്തിന് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷവും അത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു. കാർബൺ ലെൻഡ് എന്ന്, അതായത് നമ്മുടെ ഈ ലെൻഡ് സീസൺ ഒരു പുതിയ അർത്ഥം, പുതിയ മാനം, പുതിയൊരു ദൈവശാസ്ത്ര അടിത്തറ, പുതിയൊരു ദർശനം ഒക്കെ നൽകുവാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ദിവസങ്ങളിൽ കഴിയുന്നു. അത് അഹോരാത്രം വിശ്രമമില്ലാതെ അദ്ദേഹം ഈ രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ മാതൃകാപരമായ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്കറിയാം മാരാമൺ കൺവെൻഷനിൽ ഇങ്ങനെ പരിഭാഷപ്പെടുത്തുന്ന ഏറ്റവും ദൈവദത്തമായ ഒരു കഴിവ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. കാരണം പരിഭാഷ അതേപോലെ നടത്തണമെന്നുണ്ടെങ്കിൽ വലിയ ദൈവകൃപ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അതും ഫലപ്രദമായിട്ട് നിർവഹിക്കുന്നു. അങ്ങനെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അതുപോലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന മാർത്തോമാ സഭയുടെ ഒരു ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു അധ്യാപകൻ, നല്ലൊരു അധ്യാപകൻ കൂടിയാണ് അച്ഛനാണ് ഇന്ന് നമ്മുടെ മോഡറേറ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ലൈറ്റ് ടു ലൈറ്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് മോഡറേറ്റ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട റോയ് സാർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഞങ്ങൾ ദീർഘകാലമായി സുഹൃത്തുക്കളാണ്. വിഭജന സഖ്യ കാലം മുതൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ
എന്നും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഈ വെബിനാറിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ ദൈവം ഇടയാക്കുന്നല്ലോ. മാർത്തോമാ സഭയുടെ പരിസ്ഥിതി കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായ ഒരു വിഷയമാണ് ഇന്നത്തെ ചർച്ചകൾക്കായി എടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കൊച്ചമ്മ ഇവിടെ ആലപിച്ച ഗാനം നമ്മുടെ ഭൂമി ഗീതങ്ങളുടെ ഭാഗമായി നമ്മൾ പ്രസിദ്ധീകരിച്ചതായ ഗാനമാണ്. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കൊച്ചമ്മയുടെ ഗ്രൂപ്പ് തന്നെയാണ് അതിന് ഈണമൊക്കെ പകർന്നത്. അത് നന്ദിയോടെ ഓർക്കുന്നു. വളരെ മനോഹരമായ അർത്ഥവത്തായ ഗാനമാണത്. ഭൂമി ഗീതങ്ങളിൽ 8 പരിസ്ഥിതി ഗാനങ്ങളാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചത്. ഇന്ന് ഈ ലൈറ്റഡ് ടു ലൈറ്റൻ വെബിനാറിൽ ചർച്ച ചെയ്യുന്ന വിഷയം പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, വേദപുസ്തകം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് ദൈവം നല്ലതെന്ന് കണ്ട് മനുഷ്യനും പ്രകൃതിയും എല്ലാ ചരാചരങ്ങളും ഒന്നിച്ച് സമഗ്രതയോടെ ജീവിക്കുന്ന ഒരു ലോകത്തെയാണ് വേദപുസ്തകം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആർത്തി സംസ്കാരം, മനുഷ്യന്റെ ചൂഷണ സംസ്കാരം ഈ പ്രകൃതിയെ നമ്മിൽ നിന്ന് വല്ലാതെ അകറ്റിക്കളഞ്ഞു. ഇത് നാം കടന്നു പോകുന്നത് വളരെ ഭയാനകമായ പ്രകൃതി ദുരന്തങ്ങളുടെ കാലമാണ്. ഇത് പ്രകൃതിയുടെ വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യൻ പ്രകൃതിയെ തന്റെ ലാഭത്തിനു വേണ്ടി ചൂഷണം ചെയ്ത് ആർത്തി സംസ്കാരത്തിന്റെ ഭാഗമാക്കിയപ്പോ പ്രകൃതി ഇന്ന് മനുഷ്യനിൽ നിന്ന് എത്രത്തോളം അകലാമോ അത്രത്തോളം അകലുകയാണ്. അതുകൊണ്ട് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഒരടി പോലും പ്രകൃതിയുമായി ബന്ധമില്ലാതെ മനുഷ്യന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ആ ഒരു സ്ഥിതിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലം, ആ കാലഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തകരെയൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കണ്ട ഒരു സമൂഹമായിരുന്നു ഒന്നുണ്ട്. ഇവർക്കൊന്നും വേറെ പണിയില്ല, ഒരു സഞ്ചിയും തൂക്കി നടക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്ന ഒരു കാലമുണ്ടായി. അവിടെ നിന്നാണ് ഇന്നും മനുഷ്യന് മനസ്സിലായിട്ടില്ല, അന്ന് പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് ചിന്തിച്ച് ജീവിച്ചു പോയ ഒരു കാലം. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമി നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ്. പക്ഷെ ആ ദാനത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. ഇനിയും ഒരു പുനഃസ്ഥാപനം സാധ്യമാണോ എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം എൻ്റെ മുൻപിലുണ്ട്. അത് അഭിലാഷ് സാർ പറയുമെന്ന് ഞാൻ കരുതുകയാണ്. ഇനിയൊരു പുനഃസ്ഥാപനത്തിന് സാധ്യതയുണ്ടോ, അതോ അതിജീവനമാണോ സാധ്യമാവേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലേക്ക് സാർ വരും എന്ന് ഞാൻ കരുതുകയാണ്. ഡോക്ടർ അഭിലാഷ് സാറുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല, എന്നാൽ ഞങ്ങൾ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ സാറിനെ ഇന്ന് കേൾക്കാൻ കഴിയുന്നത് വളരെ സന്തോഷകരമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി പത്തനംതിട്ട ജില്ലയിലെ ഇളമണ്ണൂർ സ്വദേശിയാണ് ഡോക്ടർ അഭിലാഷ് സാർ. സാറ് തന്റെ ജീവിതം ആരംഭിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടാണ്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് തെരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം നൽകിയത്. 2009 മുതലാണ് ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നത്. 2007 പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭ്യമായി അഭിലാഷ് സാറ്. ഈ വിഷയത്തോട് ഏറ്റവും നീതി പുലർത്തി സംസാരിക്കാൻ കഴിയുന്നതായ വ്യക്തിത്വമാണ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മികച്ച ഭൂമിത്ര സേനാ ക്ലബ്ബുകൾക്ക് നൽകുന്ന അവാർഡ് അദ്ദേഹം ഫാക്കൽറ്റി ഇൻചാർജ് ആയിരിക്കുന്ന ഭൂമിത്ര സേന ക്ലബിനാണ് 2014, 20, 23 വർഷങ്ങളിൽ ലഭിച്ചത്. അഭിലാഷ് സാറിനെ ഇന്ന് നമ്മോടൊപ്പം ലഭിച്ചതിൽ വളരെ സന്തോഷം. സാറിന്റെ പ്രഭാഷണത്തിനായി നമുക്ക് കാതോർക്കാം. പ്രഭാഷണത്തിനായി പ്രിയ സാറിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും പ്രഭാഷണം കേൾക്കാനായി നമ്മുടെ കാതുകളെ തുറക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. വോളിയം ലിറ്റിൽ മോർ. കൂട്ടാം.
ഇപ്പൊ കേൾക്കാവോ കുറച്ചുകൂടെ? കുറച്ചുകൂടെ ബെറ്റർ ആയി. ആയിക്കോട്ടെ, താങ്ക്സ്. ഇത്രയും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ലൈറ്റ് ടു ലൈറ്റ് കൂട്ടായ്മയിലെ ബഹുമാന്യരായ അംഗങ്ങളെ, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഈ വൈകുന്നേരം എന്നോടൊപ്പം കുറച്ച് സമയം പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സവിശേഷമായ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഏവർക്കുമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയം കൂടെ ഒന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ക്രമീകരിക്കാറുണ്ട്. ഇപ്പൊ 8:50 ആയിട്ടുണ്ട്. എത്ര മണി വരെയാണ് ആ ടോക്കിന്റെ സമയം കൂടെ ഒന്ന്? സാറേ 1 മണിക്കൂർ ഉപയോഗിക്കാം സാറിന്. അതിനുശേഷം ചോദ്യോത്തര വേളയാണ്. അങ്ങനെ നമുക്കൊരു ഇന്ററാക്ഷൻ ആ സമയത്ത് നടത്താം. ഓക്കെ, താങ്ക് യു. ഞാൻ 1 മണിക്കൂറിന് അകത്തുള്ള സമയത്ത് തന്നെ നിർത്തത്തക്കല്ല 50 മിനിറ്റ് കൊണ്ട് പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും 1 മണിക്കൂറിനകത്ത് തന്നെ തീർക്കും. അപ്പൊ ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഞാനൊന്ന് ചെയ്തോട്ടെ. പ്രസന്റേഷൻ കാണാമെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ വരുന്നില്ല. വന്നു. ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ളതാണ്. സ്ഥാപനത്തിന്റെ ആശയം എന്താണ്, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന വനം വകുപ്പില് നമുക്ക് ഈ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന ഒരു ആശയം എങ്ങനെ പ്രാവർത്തികമാക്കി എന്നുള്ളത് ഏവർക്കും ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ ഒരു നാൾ വഴികളിലൂടെ ഞാൻ എഴുത്തുള്ള സ്ലൈഡുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ചിത്രങ്ങളാണ്. അപ്പോൾ ചിത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്കും പോകാം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കാർഡിൻ്റെ ഭംഗിയെ നമുക്ക് ആ അക്ഷരങ്ങളുടെ എഴുത്തില്ലാതൊന്ന് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനോഹാരിത നമുക്ക് ഒരു മനസ്സിനൊരു കുളിർമ നൽകുന്നുണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസം ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലാണ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്നത്. അപ്പോൾ തൊട്ട് തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളിലൊക്കെ തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും തോന്നുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ പ്രാർത്ഥനകളിൽ എല്ലാവരെയും വ്യക്തിപരമായിട്ടും കൂട്ടായ്മകളെ ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതിനകത്ത് പ്രകൃതിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോഴും ഇന്നും അതേ ഫോർമാറ്റിൽ തന്നെ അതെല്ലാം കേൾക്കാൻ സാധിച്ചത് എനിക്ക് പഴയകാല ഓർമ്മകളിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയോടുള്ള ഒരു കരുതൽ നമ്മുടെ പ്രാർത്ഥനകളിലും പ്രവൃത്തികളിലും കൊണ്ടുവരുന്ന അതിന് എന്തുമാത്രം ആത്മാർത്ഥം നമുക്ക് കാണിക്കാൻ ഒക്കുമോ അവിടെയാണ് നമ്മുടെ ജീവിതം, മുൻപോട്ടുള്ള ജീവിതം എന്തുമാത്രം ഭംഗിയായിട്ട് പോകുന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ ആ മുയലിന്റെ ചെവിയിൽ നമുക്കൊരു ചെറിയ ഫോറസ്റ്റിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്തരം ചെറിയ കാഴ്ചകൾ നമുക്കിപ്പോഴും അന്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്കും പ്രകൃതിയിലേക്കും അതൊക്കെ മനസ്സിലാക്കുന്നതും കാതും ഒരു ലഹരിയായി എടുക്കുന്ന തലമുറ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളും ഒക്കെ തന്നെ ഒത്തിരി വ്യത്യാസം തീർച്ചയായിട്ടും വന്നേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം. ചില നല്ല ഒരു പരിസ്ഥിതി സ്നേഹിയാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഒരു നല്ല മനുഷ്യ സ്നേഹിയും കൂടി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പല ഇഷ്യൂസിനകത്തും പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല പരിസ്ഥിതി പ്രവർത്തകർ പരിസ്ഥിതിയോട് സ്നേഹമുള്ളവരായിരിക്കത്തില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പലപ്പോഴും നേരിട്ട് ഓരോരുത്തർക്കും നമുക്ക് പറയാൻ ചിലപ്പോൾ അനുഭവങ്ങൾ കാണും. അപ്പൊ നല്ല പരിസ്ഥിതി സ്നേഹിക്ക് തീർച്ചയായിട്ടും മനസ്സിൽ ആ ഒരു നനവ് ഉള്ളവരായിരിക്കും. അവര് തീർച്ചയായിട്ടും ഇടപെടുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ ആ ഒരു നനവ് മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാഴ്ചകൾ നമ്മൾക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ള വനദേവത എന്ന് പറയുന്ന മലബാർ ട്രെയിനിങ്
മനോഹരമായ ഒരു ചിത്രശലഭമാണ്. കുറച്ച് കാഴ്ചകളിലൂടെ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇത് എൻ്റെ സുഹൃത്ത് സന്ദീപ് ദാസ് എടുത്ത ഒരു ചിത്രമാണ്. മലബാർ പിറ്റ് വൈപ്പർ എന്ന് പറയും. സന്ദീപിന് ഇതാണ് ലഹരി. ഈ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന എഫേർട്ട് എന്തായിരിക്കും എന്ന് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും, അതിൻ്റെ ഒത്തിരി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണമെന്നില്ല, തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് വനിതാ ഫോട്ടോഗ്രാഫറാണ്, ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, ഡോക്ടർ അപർണ പുരുഷോത്തമൻ, കോട്ടയത്തു നിന്ന് എടുത്ത പർപ്പിൾ ഹെറോൺ, ചായമുണ്ടി എന്ന് പറയുന്ന മലയാളത്തിൽ പേരുള്ള കൊക്കിൻ്റെ കൊറ്റിവർഗത്തിൽപ്പെടുന്ന പക്ഷിയുടെ ദൃശ്യമാണ്. ഇത് കൊല്ലം ജില്ലയിലെ തെന്മല ചെന്തുരുണി ഭാഗത്ത് ഒരു സവിശേഷകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട്. മിരിസ്റ്റിക്ക ചതുപ്പ് വനങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. മിരിസ്റ്റിക്ക ഫോറസ്റ്റ് എന്നുള്ള പേരിലാണ് ഇംഗ്ലീഷിൽ അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ ഒരു 4 മാസം മുൻപ് കുട്ടികളെ കൊണ്ട് പോയപ്പോൾ ഞാൻ എടുത്ത ഒരു ഇമേജാണ്. അപ്പോൾ ഇത്തരം സവിശേഷകരമായിട്ടുള്ള എക്കോസിസ്റ്റങ്ങൾ ലോകത്ത് ഇവ അവശേഷിക്കുന്നത് ഇങ്ങനെ ചെറിയ ചില തുരുത്തുകളിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൊല്ലം ജില്ലയിലുള്ളവർക്ക് പോലും പലർക്കും ചോദിക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് കുട്ടികളെ അവിടെ നമ്മൾ കൊണ്ടുപോയത്. ഇത് വളരെ ഇത് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ പലപ്പോഴും ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മനോഹാരിത പലപ്പോഴും അവർക്ക് നമ്മളൊക്കെ പഠിച്ചപ്പോൾ ദൃശ്യങ്ങളിൽ അത്ര ഒരു മിഴിവോട് കൂടി കാണാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനെ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ടും കുറച്ചുകൂടെ കണക്റ്റഡ് ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് കാണിച്ചതെല്ലാം തന്നെ ഇപ്പം എല്ലാം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, ചിത്രങ്ങളാണ്. ചിലപ്പോൾ ഇവയുടെ ശബ്ദങ്ങളും നമ്മളെ ഒത്തിരി ആകർഷിക്കുന്നവയാണ്, നമുക്ക് സമാധാനം തരുന്നവയാണ്. അപ്പം ഇത് എല്ലാം നമുക്ക് ആസ്വദിക്കാൻ ഇഷ്ടവുമാണ്. പക്ഷേ ഇവ തുടർന്നും നമുക്ക് ആസ്വദിക്കാനും നമ്മുടെ വരും തലമുറകൾക്ക് ആസ്വദിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കത്തു. പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഒരിക്കലും മറന്നുകൂടാത്ത ഒരു വ്യക്തിത്വത്തെ കൂടെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇത് ജോൺ സി മാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡോക്ടർ ജോൺ സി ജേക്കബ് എന്നാണ്. കോട്ടയം സ്വദേശിയായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് നേച്ചർ ക്യാമ്പ്, പ്രകൃതി പഠന ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ജോൺ സി ജേക്കബ്. അപ്പോൾ അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. സെൻറ്റ് ജോസഫ്സ് കോളേജ് കോഴിക്കോട് ജോലി നോക്കിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും അദ്ദേഹം ചെന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ 100 കണക്കിന് വിദ്യാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, പ്രകൃതിക്ക് വേണ്ടി ജീവിക്കാനായിട്ടും പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടും അതിൻ്റെ വക്താവാക്കളായിട്ട് മാറാനും ഒക്കെ ആയിട്ടുള്ള വിത്തുകൾ പാകിയിട്ട് പോയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹരിത ദർശനം എന്നാണ് അതിൻ്റെ പേര്. അപ്പം നമ്മുടെ സൈലന്റ് വാലി സമരത്തിലൊക്കെ വളരെ കാര്യമായിട്ടുള്ള റോള് വഹിച്ച ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സൂചിമുഖി എന്ന് പറയുന്ന പരിസ്ഥിതി മാസിക അദ്ദേഹം ആണ് അതിനകത്ത് തുടക്കമിട്ട വ്യക്തിയെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ 2 ഒരു ജീവിയും ഒരു സസ്യവും ഉണ്ട്. റാവർക്കസ്റ്റസ് ജോൺസി എന്ന് പറയുന്ന ഒരു തവള, നമ്മുടെ ബോണക്കാട് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു തവളാണ് റാവർക്കസ്റ്റസ് ജോൺസി എന്ന് പറയുന്നത്. പിന്നെ ഇംപേഷ്യൻസ് ജോൺസിയാന, വയനാട് ഉള്ള ചെമ്പ്ര എന്ന് പറയുന്ന ഒരു മല, ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കുളം ഒക്കെ ഉള്ള വലിയൊരു മലയാണ് ചെമ്പ്ര മല എന്ന് പറയുന്നത്. അവിടെ കാണപ്പെടുന്ന, അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അതിനടുത്തുള്ള ഒരു മലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സസ്യത്തിനും അദ്ദേഹത്തിൻ്റെ അത്രയുള്ള ആദരവ് പ്രകാരം ഇംപേഷ്യൻസ് ജോൺസിയാന എന്ന പേരാണ് ഇട്ടത്. അപ്പം അദ്ദേഹത്തിൽ നിന്നും നമ്മൾ നമ്മുടെ പരിസ്ഥിതിയുടെ ഇപ്പം ഈ പരിസ്ഥിതി ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേർക്ക് പ്രചോദനമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ഡോക്ടർ ജോൺ സി ജേക്കബ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരും
എല്ലാ ആക്ടിവിസ്റ്റുകളും എല്ലാം ജോൺസി മാഷിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴവരുടെ ജോലികൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആരോഗ്യം ശരിയായാൽ എല്ലാം ഓക്കെയാണ് എന്നൊരു വിശ്വാസമായിരുന്നു കോവിഡിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് മജോറിറ്റി ആൾക്കാരും. പക്ഷെ അതിനും 5-8 വർഷം മുമ്പ് തന്നെ നമ്മൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെ കൂടി ചേർന്ന് വൺ ഹെൽത്ത്, ഏകാരോഗ്യം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുകയും നമ്മുടെ ആരോഗ്യം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൻ്റെയും നമ്മളോടൊപ്പം സഹവസിക്കുന്ന ജീവികളുടെയും ആരോഗ്യം കൂടി ചേർന്നതാണ് എന്നൊരു കൺസെപ്റ്റാണ് ഈ വൺ ഹെൽത്ത് എന്നുള്ള ആ ഒരു അപ്രോച്ചിനകത്ത് ഉള്ളത്. പക്ഷെ നമ്മളത് കോവിഡ് വരെ കാത്തിരിക്കേണ്ടി വന്നു ജീവിതത്തിൽ അതിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുവാനായിട്ട്. മറ്റതെല്ലാം പുസ്തകത്താളുകളിലായിരുന്നു വൺ ഹെൽത്ത് അപ്രോച്ച് കടന്നിരുന്നത്. അത് ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കാരണമായിട്ട് മാറിയത് കോവിഡിൻ്റെ ആ ഒരു സമയമാണ്. പക്ഷെ എന്നിരുന്നിട്ടും നമ്മൾ കോവിഡിന് ശേഷം പിന്നെയും ആലസ്യത്തിലേക്ക് ആണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു ദുരന്തം വരുമ്പോൾ മാത്രമേ നമ്മൾ ഉണരുകയുള്ളൂ. അത്തരത്തിലൊരു പ്രയാസം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. അടുത്ത എക്കോ റെസ്റ്റോറേഷൻ എന്താണെന്നുള്ളതാണ്. ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാശത്തിന്റെ വക്കിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് എക്കോ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ ഒരു ശ്രമം 100% പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. റെസ്റ്റോറേഷൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അത് 100% ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു കാര്യവും അല്ല. എന്നിരുന്നാലും നമ്മൾ എക്കോ റെസ്റ്റോറേഷൻ അങ്ങേയറ്റം പ്രാധാന്യത്തോടെ അത് ചെയ്യാനും ലോകത്ത് ഉള്ള രാജ്യങ്ങളിലെ എല്ലാം തന്നെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനുമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് 2021 മുതൽ 2030 വരെയുള്ള ദശാബ്ദ കാലത്തെ ഇന്റർനാഷണൽ ഡെക്കേഡ് ഓഫ് എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്നുള്ള പേരിൽ ഒരു ആചരണം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള പല പ്രവർത്തികളാണ് ഈ പ്രയാസങ്ങളിലേക്ക് കൂടുതലും നയിക്കുന്നത്. മജോറിറ്റിയും അത്തരം പ്രവർത്തനങ്ങൾ ആണ്. ഇത് ലോകമെമ്പാടും ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ വായിച്ചവർ തീർച്ചയായിട്ടും ശ്രദ്ധപ്പെട്ടു കാണും. ക്ലൈമറ്റ് ഒരു ഉച്ചകോടി സമ്മിറ്റ് നടക്കുന്ന ആമസോണിന്റെ പോർഷനിലേക്കുള്ള വഴി വെട്ടുന്നത്, അവിടുത്തെ ഫോറസ്റ്റിന്റെ നല്ലൊരു പാച്ച് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടുള്ള വാർത്ത കേട്ടുകാണും. അപ്പൊ ഇത്തരത്തില് വളരെ മയോപ്പിക് ആയിട്ടുള്ള വിഷൻ, അതോടുകൂടിയാണ് നമ്മുടെ പ്ലാനിങ്ങുകൾ പലതും നടക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അത്തരത്തിലാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ മൂല കാരണമെന്ന് നമ്മൾ പറയുന്നത്. അടുത്തായിട്ട് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ നിന്നും ഒരു 32 കിലോമീറ്റർ മുകളിലേക്കാണ്. അത് നമ്മളെ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ കൂടെ ചെല്ലുമ്പോഴാണ് ഈ പാമ്പാടും ചോല എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഉള്ളത്. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ മുൻപോട്ട് പോയാലാണ് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള വട്ടവട എന്ന ശീതകാല പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്ന വട്ടവട എന്ന ഗ്രാമം പാമ്പാടും ചോലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ നടത്തിയ ഒരു എക്കോ റെസ്റ്റോറേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ ഭൂമിത്ര സേനാ ക്ലബിന്റെ ചാർജായിട്ടിരിക്കുന്ന സമയത്ത് 2014 ഇതിനെക്കുറിച്ച് വനം വകുപ്പിൽ നിന്നും പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ഏജൻസികളിൽ നിന്നും മനസ്സിലാക്കിയതിന് പ്രകാരം അത്തരം ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികളെ, കേരളത്തിലെ ആദ്യത്തെ പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നത്, അത്തരം ഒരു പ്രോജക്റ്റിനകത്ത് നമ്മുടെ കുട്ടികളെ ഒന്ന് പങ്കെടുപ്പിച്ചാൽ അവരുടെ മനസ്സിലേക്ക് അത് നിൽക്കുകയും അത്തരം ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാകാനായിട്ട് അവർക്കൊരു അവസരവും കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മൾ അത്തരത്തിലൊരു ശ്രമം നടത്തിയത്. അപ്പൊ അവിടെ പോയി അതിനകത്ത് പ്രോജക്റ്റിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ ഇവിടെ മാന്നാർ ഭാഗത്തുള്ള ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എനിക്ക് ഒരു വഴികാട്ടിയായിട്ട് വന്നത്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ പാമ്പാടും ചോല എന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനായിട്ട്
വനം വകുപ്പും ബാക്കിയുള്ള സമാന ചിന്താഗതിയുള്ള ഏജൻസികളൂടെ ചേർന്ന് നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊരു ആമുഖമായിട്ടൊരു ക്ലാസ് അദ്ദേഹത്തെ കൊണ്ട് ആ യാത്രയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം അവിടുത്തെ ചരിത്രം മുഴുവൻ പറഞ്ഞു. 2010 ആ 8-10 കാലഘട്ടങ്ങളിൽ ഉണ്ടായ വളരെ വലിയൊരു കാട്ടുതീയുടെ കഥയാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ കാട്ടുതീ ആണ് ഈ പ്രോജക്റ്റിലേക്ക് നിങ്ങളെ എത്തിക്കുന്നൊരു ഒറ്റ സെന്റൻസ് മാത്രം പറഞ്ഞതിന് ശേഷം അതിന് പുറകോട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ നമ്മുടെ ഇവിടെ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം ചെലവുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അത്തരം ചെലവുകൾക്ക് നമുക്ക് ധനം സമാഹരണം നടത്തണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പ്ലാന്റേഷനുകളും അത്തരത്തിലുള്ള എന്തെങ്കിലും എക്കണോമിക് പ്രോഡക്റ്റ് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കലാകാലങ്ങളിൽ പലപ്പോഴും വനം വകുപ്പ് ചെയ്തു പോരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു ചിന്ത ആ സമയത്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് തോന്നിയതിന്റെ ഭാഗമായിട്ട് ഈ ഇടുക്കി പാമ്പാടുംചോല മേഖലയിലെ പുൽമേടുകൾ, നല്ല ഒന്നാന്തരം പുൽമേടുകളായിരുന്നു, അവ വെറുതെ കിടക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ ആ സമയത്തെ ആൾക്കാർ അതിനെ കാണുകയും അത്തരം പുൽമേടുകളിൽ സ്വാഭാവികമായിട്ടുള്ള പുല്ല് ആണ് കിളിച്ചു നിന്നിരുന്നത്. അത് പിന്നെ കുഴിയെടുത്തതിന് ശേഷം അവിടെ വാറ്റിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, വിദേശ ഇനം സസ്യമാണ്, ആ സസ്യത്തിന് ഇവിടെ കൊണ്ടുവന്ന് നട്ടു. അത് നടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലെതർ തുകല് ഊറക്കിടുന്നതിനായിട്ട് നമ്മുടെ ടാനിൻ പോലുള്ള സബ്സ്റ്റൻസ് ആവശ്യമാണ്. അപ്പൊ അത്തരം ടാനിൻ കിട്ടുന്നതിന് ഈ മരത്തിൽ നിന്ന്, വാറ്റിൽ പോലുള്ള മരത്തിൽ നിന്ന് ധാരാളമായിട്ട് നമുക്കത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. തന്നെ ഈ ടാനിൻ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ മരത്തിൽ നിന്നും ധാരാളമായിട്ട് എത്തിക്കുകയാണെങ്കിൽ പ്രദേശത്തുള്ള സംസ്ഥാനങ്ങളിലും ഇത് കൈമാറാം. പാമ്പാടുംചോല ഫോറസ്റ്റ് ഏരിയയിൽ ഈ വാറ്റിൽ പോലുള്ള ഒരു മരം കൊണ്ട് നട്ടു കഴിഞ്ഞപ്പോട്ട് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ധാരാളം കാട്ടുപോത്തുകളും മാനും ഒക്കെ വളരെ സ്വൈര്യമായിട്ട് ഹരിച്ചുകൊണ്ടിരുന്നതും ഒപ്പം തന്നെ ആഹാരം തേടിക്കൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഈ വാറ്റിൽ മരങ്ങൾ വന്ന പിന്നാലെ ഇത്തരം ജീവികൾ അവിടുന്ന് പൂർണ്ണമായിട്ടും മാറി. ഒപ്പം തന്നെ തൊട്ട് താഴെയുള്ള വട്ടവട ഗ്രാമത്തില് ജലസ്രോതസ്സായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഇവിടെയുള്ള പുൽമേടുകളില് മഴക്കാലത്ത് അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന വെള്ളം അത് താഴേക്ക് വേനലത്ത് അരുവികളായി പോകുമ്പോഴായിരുന്നു വട്ടവട ഗ്രാമത്തിൽ ധാരാളമായിട്ട് കൃഷി നടത്താനുള്ള ജലം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഈ രണ്ട് പ്രോസസ്സുകളും അവിടെ തടസ്സപ്പെട്ടു. അതായത് ഈ സസ്യബുക്കായിട്ടുള്ള ജീവികളുടെ ആഹാരത്തിന് തടസ്സം നേരിട്ടു. രണ്ടാമതായിട്ട് താഴെയുള്ള വട്ടവട ഭാഗത്ത് ഇത്തരത്തില് ഒരു പ്രശ്നമാണ് ആ സ്ഥലത്ത് നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ സഞ്ചി എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന് പേര് നൽകിയത്. അപ്പം അങ്ങനെ ഒരു ക്രമീകരണത്തിൽ അവിടെ എത്തപ്പെടുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം ചെയ്ത ഒരു കാര്യം. അടുത്തതായിട്ട് ആ സ്ഥലമാണ് കാണുന്നത്. ഇതെല്ലാം കാട്ടിൽ വന്ന് നശിച്ച് പോയ പ്രദേശത്തെ ദൃശ്യമാണ് നമ്മളിപ്പോ നേരിട്ട് ഈ കാണുന്നത്. ആ സ്ഥലങ്ങളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചാല് പോലെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി നമ്മൾ കുട്ടികൾക്കുള്ള ചായയും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഉള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വലിയ മലയുടെ മണ്ടയ്ക്കായിട്ടാണ് കയറിപ്പോയത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള വാറ്റിൽ മരങ്ങളുടെ തൈകളാണ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പൊ ഇത് മഴക്കാലത്ത് ഇതിന്റെ അരികൾ അവിടെ കിടക്കുന്നത് അവിടെ കിളിർത്ത് പൊങ്ങി വരും. അപ്പൊ ഇത്തരം വാറ്റിലിന്റെ പ്ലാന്റുകളെ കുട്ടികളുടെ സഹായത്തോടെ അത് പറിച്ചു മാറ്റുക, മൂടോടുകൂടി പറിച്ചു മാറ്റുക എന്നുള്ളതാണ് നമുക്ക് തന്നിരുന്ന ജോലി. അപ്പൊ അങ്ങനെ ആ നേച്ചർ ക്യാമ്പിന്റെ ആദ്യത്തെ ദിവസം രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്ത് നമ്മൾ ഈ പ്ലാന്റ് റിമൂവ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ അതിന്റെ സമയം നമ്മൾ ചെലവാക്കുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ വൈഫും കുട്ടികളും ഒക്കെ അന്നേരം ആ പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാൻ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. കുട്ടികൾക്ക് ഓരോരോ സ്പോട്ടായിട്ട് തിരിച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് അവിടുന്ന് ഈ കിളുത്ത് വരുന്ന വാറ്റിലിന്റെ പ്ലാന്റിനെ മുഴുവൻ പറിച്ച് മാറ്റുക എന്നുള്ളതാണ് അവരാദ്യമായിട്ട് ചെയ്യേണ്ട ജോലി. അതായത് കുട്ടികൾ ആക്റ്റീവായിട്ട് അത് വലിയ തൈകൾ എൻ്റെ പേര് ഒന്നിച്ച് ചേർന്ന് പിഴുതു മാറ്റുന്ന ക്രമീകരണമാണ് ചെയ്തത്. അപ്പം അങ്ങനെ പറിച്ചിട്ടത് കൂട്ടിയിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്.
അതിനുശേഷം ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് വലിയ ഭാരമൊന്നുമില്ല. അത് കാട്ടുതീക്കല് അകപ്പെട്ട് പോയ കത്തിയ മരങ്ങളുടെ തടികളാണ്. അപ്പൊ ഇത്തരം തടികൾ നമ്മൾ അവിടെ ഇവിടെ കിടക്കുന്നതെല്ലാം കൂടെ ഒരു കോണ്ടൂർ പോലെ അടുക്കി നമ്മൾ ആ മലയുടെ ഭാഗത്ത് ഇങ്ങനെ വെക്കുന്നത്. വെച്ചാൽ ഇങ്ങനെ ഒരു ബണ്ട് പോലെ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ മഴ വരുമ്പോഴത്തേക്ക് മണ്ണൊലിപ്പ് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പൊ ഇതെടുത്തതിന് ശേഷം കുട്ടികളുടെ സഹായത്തോടെ അത് എല്ലാം നമ്മൾ ഇതേ രീതിയിൽ ബണ്ട് പോലെ ഇങ്ങനെ കോണ്ടൂർ രീതിയിൽ ഇങ്ങനെ അടുക്കും. ഇങ്ങനെ വലിയ മരങ്ങളുടെ കമ്പുകളാകുമ്പോൾ 2-3 പേര് ചേർന്ന് പിടിക്കേണ്ടി വരും. അങ്ങനെ അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ദൂരെയുള്ള മലകളിലൊക്കെ അങ്ങനെ ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള മണ്ണൊലിപ്പ്, മഴ വരുമ്പോഴത്തേക്കുള്ള മണ്ണൊലിപ്പിന്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത്. ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇട സ്ഥലത്ത് നമ്മൾ പുല്ല് നട്ടു കൊടുക്കുക എന്നുള്ളത് വെച്ചാൽ നമുക്ക് എക്കോ റിസ്റ്റോറേഷൻ ആണ്. അപ്പം ഈ കോണ്ടൂർ ലെയറിങ് ഇവിടെ കത്തി വീണ മരങ്ങളുടെ കഷ്ണങ്ങൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പുല്ലുകൾ നട്ടു കൊടുക്കുക എന്നുള്ള പ്രോസസ്സാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുല്ല് താഴെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നതിന് ശേഷം അത് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ജോലിയാണ് മഴക്കാലങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇത്. കോട്ടയം നേച്ചർ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഇടപെട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഇമേജസ് ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അടുത്തത് വേറെ ഇപ്പൊ ഞാൻ എക്കോ റിസ്റ്റോറേഷന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നില്ലെന്ന് പറഞ്ഞു. എന്നാലും ചെറിയൊരു നമ്മുടെ ട്രഡീഷണൽ നോളജും നമ്മുടെ ഒബ്സർവേഷനും ഒക്കെ എങ്ങനെയാണ് എക്കോ റിസ്റ്റോറേഷനെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കാട്ടുപോത്തിന്റെ ചാണകമാണ്. അപ്പൊ ഈ കാട്ടുപോത്തിന്റെ ചാണകം താഴെ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ പ്രദേശത്ത് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഇതിനെല്ലാം പുല്ലിന്റെ വിത്തുകളും ഒക്കെ തന്നെ പലപ്പോഴും കാണും. അപ്പൊ ആ പുല്ല് അവിടെ കിളിച്ച് ആ പുല്ല് ഒന്നാമത്തെ പടം ഇത്, രണ്ടാമത്തേത് ഈ ഘട്ടം, മൂന്നാമത്തേത് ഇത്, നാലാമത്തെ അവസ്ഥയിലേക്ക് ഈ രീതിയിൽ പുല്ല് വളർന്നു. അപ്പൊ നമ്മൾ പുല്ല് പകരമായിട്ട് ഇത്തരത്തില് കാട്ടുപോത്തിന്റെ ചാണകം കൊണ്ടിട്ടിട്ട് ആ ഒരു പ്രദേശത്ത് പുല്ല് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സും നമുക്കവിടെ ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അങ്ങനെ കിളിപ്പിച്ചെടുത്ത ഒരു പുല്ല് പ്രദേശമാണ് ഇത്. വേനൽക്കാലത്ത് എടുത്തിട്ടുള്ള ചിത്രമാണ്. 2018 പോയപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്ത ഒരു ചിത്രമാണിത്. ആദ്യം പോയത് 2013 5 വർഷങ്ങൾക്ക് ശേഷം ചെന്നപ്പോഴത്തേക്കുള്ള ഒരു ഭാഗത്തിന്റെ ഇമേജാണ് ഇപ്പോഴീ കാണുന്നത്. അത് നേച്ചർ ക്യാമ്പ് എൻ്റെ ഭാഗമായിട്ട് ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ അവിടുത്തെ ഫോറസ്റ്റ് വിസിറ്റ്, ട്രക്കിംഗ് പ്രോഗ്രാമുകളും എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. ദൂരെ ആ കാണുന്ന കൂടാരം പോലെ ആ സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ട്രക്ക് ചെയ്ത് ഒത്തിരി ഉയരത്തിൽ വന്നിരിക്കുന്ന ഒരു പോർഷനിൽ നിന്നുള്ള ഇമേജാണ് ആ കാണുന്നത്. അപ്പം അതിനുശേഷം കുട്ടികൾക്ക് ക്യാമ്പിന്റെ ഭാഗമായിട്ട് പോകും. ഇത് 2023 ഈ സ്ഥലത്ത് പോയപ്പോഴത്തേക്കുള്ള പച്ചപ്പാണ്. കുട്ടികളെയും കൊണ്ട് മൂന്നാമത്തെ ബാച്ചിനെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കണ്ട ഒരു പച്ചപ്പാണ്, നല്ല വ്യത്യാസമാണ്. ഇതേ സ്ഥലത്തൂടെയാണ് നേരത്തെ ആദ്യം കണ്ട ഫോട്ടോഗ്രാഫിനകത്ത് എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു സ്ഥലത്തൂടെ പോയതിന്റെ ഇത് കണ്ടത്. അപ്പൊ ഇവിടെ മേളോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും കാട്ടുപോത്തിന്റെ ഇഷ്ടംപോലെ ചാണകം അവിടെ കിടക്കുന്നതായിട്ട് കാണാം. അപ്പൊ കാട്ടുപോത്ത് ഇഷ്ടംപോലെ വരുന്നുണ്ട്. മാൻ വരുന്നതിന്റെ ഇമേജുകൾ അവർ ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് എടുത്തതിന്റെ പടങ്ങൾ നമ്മളെ കാണിക്കുകയുണ്ടായി. അപ്പം ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ശരിക്കും പറഞ്ഞ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു കുളിർമ പകരുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾ തീർച്ചയായിട്ടും അത് ആസ്വദിക്കാനും അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു ഫലം മനസ്സിലാക്കാനും കൂടെ ഉള്ള ഒരു അവസരമായിട്ട് അതിനെ ഉപയോഗിക്കാം. അപ്പൊ ഇത് വട്ടവടയ്ക്കടുത്ത് പഴത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആണ് കാണുന്നത്. ഇത് ടൂറിസം മേഖലയാണ്. ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വനം വകുപ്പിന്റെ പൈസ ഉപയോഗിച്ചിട്ടാണ് ആ ക്യാമ്പുകൾ മുഴുവൻ ഫ്രീ ആയിട്ട് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഒരു ഫണ്ട് ക്രൈസിസ് വരുന്ന സമയത്ത് ഇവര് ഓൾട്ടർനേറ്റീവ്സ് ആലോചിച്ചു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു പുൽമേടും ഇതേ രീതിയിൽ കത്തിപ്പോയത്
കോണ്ടൂർ ബണ്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ച പ്രദേശമാണ് ആ കാണുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ഇതേപോലുള്ള കോട്ടേജുകൾ കെട്ടിക്കൊടുക്കുകയും അവിടെ ഒരു 4,000 to 5,000 rupees പെർ ഡേ ചാർജ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് തൊട്ട് താഴെയായിട്ടുള്ള ആ താഴ്വാര ഭാഗത്ത് പിന്നെ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകൾക്ക് ദൂരെ നിന്നുകൊണ്ട് വന്യമൃഗങ്ങളുടെ സൈറ്റിങ്സും അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തില് ഒരു ക്രമീകരണത്തിനകത്ത് അവിടെ എടുത്ത ആ ഒരു സാമ്പത്തികം കളക്ട് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടാണ് ഇപ്പോഴ് അവിടുത്തെ പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ UNDP-യുടെ ധനസഹായവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ പ്രോഗ്രാമിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതിനുശേഷം നിങ്ങൾ സ്വയമായിട്ട് പൈസ കണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് വനംവകുപ്പ് ഈ പ്രോജക്റ്റ് ആലോചിക്കുകയും അത് ഭംഗിയായിട്ട് നടപ്പാക്കുകയും ചെയ്തത്. ഇത് വട്ടവടയ്ക്ക് കുറച്ച് മുകളിലോട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് അതിൻ്റെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ദൃശ്യമാണ്. ഇത്തരത്തിലുള്ള കോട്ടേജുകൾ അവിടെ ഉണ്ട്. ഒരു AC-യുടെയും ഫാനിൻ്റെയും ഒന്നും ആവശ്യമില്ല. നല്ല സ്വസ്ഥമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ എക്കോ റിസ്റ്റോറേഷൻ പുനഃസ്ഥാപനത്തിനുള്ള ധനം സമാഹരിക്കാനായിട്ട് വനം വകുപ്പ് എക്കോ ടൂറിസത്തിൻ്റെ ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിയാണ് അവിടെ അത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് UNDP-യുടെ സൈറ്റിൽ നിന്നുള്ള ഇമേജ് ആണ്. അവര് ഇതിനെ ഒരു വളരെ മാതൃകാപരമായ പ്രോജക്റ്റായിട്ട് കാണിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതേപോലെ കാട്ടുപോത്ത് ധാരാളമായിട്ട് വന്ന് ഇത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കുന്ന സ്ഥലത്തിന്റെ നേരെ ഇടസൈഡിലുള്ള ഭാഗമാണ് ഈ കാട്ടുപോത്ത് നിൽക്കുന്നത്. ഇതേപോലെ ധാരാളം കാട്ടുപോത്തുള്ള രാവിലെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. അപ്പൊ ഇതേപോലെ കാട്ടുപോത്തുകൾ നമ്മൾ പുനഃസ്ഥാപിച്ച സ്ഥലത്തും ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ടെന്നുള്ളതും നമുക്ക് നേരിട്ട് പോയി ബോധ്യപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് അവരുടെ വിഹാര കേന്ദ്രമായിരുന്നു. ഇടക്കാലത്ത് നമ്മളായിട്ട് ഇടപെട്ട് അവിടെ താറുമാറാക്കി പിന്നീട് അത് പുനഃസ്ഥാപനത്തിന്റെ വഴിയിലെത്തിയപ്പം മൃഗങ്ങളും അതേ രീതിയിൽ തിരിച്ചവിടെ സാഹചര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാം ആഗ്രഹം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഇതിനകത്ത് ഈ 3-4 വർഷം പോകുമ്പോഴെല്ലാം ഞാൻ മാത്രമാണ് ഇതിനകത്ത് ആദ്യത്തെ വർഷം തൊട്ട് ഇതെല്ലാം കാണുന്നത്. ഞാൻ ഈ എല്ലാ കുട്ടികളെയും ക്യാമ്പിന് പോകുന്നതിന് മുന്നിട്ട് പഴയ ഇമേജുകളുടെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കിടന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ കുട്ടികൾ പലപ്പോഴായിട്ട് ചെയ്ത പ്രവർത്തനത്തിൻ്റെമായിട്ടുള്ള പച്ചപ്പിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നെന്നുള്ളത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് ഫോട്ടോകളുടെ സഹായത്തോടെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതേപോലെ ഈ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് വിജയിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതിനകത്തിലെ ഒരു കാര്യം ഇപ്പൊ തന്നെ വേറൊരു എക്സാമ്പിളൂടെ കാണിക്കുമ്പോഴത്തേക്ക് അത് ബോധ്യപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്താണ്ട് ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു വലിയ ഷോല ഫോറസ്റ്റിന്റെ ഭാഗമായിരുന്നു പണ്ട് കാലത്ത്. പക്ഷെ നമ്മൾ റോഡുകളും നമ്മുടെ തേയിലയുടെ കൃഷി എല്ലാം വന്നപ്പോഴത്തേക്ക് അതെല്ലാം ബ്രാൻഡഡ് ആയിട്ട് മാറി. അപ്പൊ ഇത്തരം തുരുത്തുകൾ പോലെ ഒത്തിരി സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉണ്ട്. അപ്പൊ ഇത്തരം തുരുത്തുകളിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ആ കണക്ടിവിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവരുടെ കോറിഡോർ, അതായത് ആനകൾക്ക് എലിഫന്റ് കോറിഡോർ നമ്മൾ പറയും, ആനത്താര എന്ന് പറയും. അപ്പൊ അത്തരം ആനത്താരകളും മറ്റും നമ്മളായിട്ട് തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ അവർ നാട്ടിലിറങ്ങുന്നു എന്നൊരു പ്രശ്നം പലപ്പോഴും വരുന്നുണ്ട്. അപ്പം നാട്ടിലിറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകാതെ വരുമ്പോഴാണ് നമ്മളതിനെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്നുള്ള HWC എന്നുള്ള ചുരുക്കപ്പേര് നമ്മൾ പറയുന്നത്. ഈ കോ എക്സിസ്റ്റൻസ് എളുപ്പമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ വാക്കാൽ പറയുന്നവർക്ക് കോ എക്സിസ്റ്റൻസ് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ആ സാഹചര്യങ്ങളിലൂടെ അതിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ കൂടി ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ യഥാർത്ഥ അവസ്ഥ ബോധ്യപ്പെട്ടാൽ കോ എക്സിസ്റ്റൻസ് അത്ര എളുപ്പമുള്ള ജോലിയല്ല, അല്ലെങ്കിൽ പ്രതിഭാസമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ റെസ്റ്റോറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റീവ് സ്പീഷീസിനെല്ലാം നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് ആയിരിക്കും പലപ്പോഴും. ഇത് ആദ്യ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അതേ സസ്യങ്ങൾ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നത് സാധ്യമായ ഒരു കാര്യമല്ല, പലപ്പോഴും സാധ്യമല്ല.
ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പുനഃസ്ഥാപനം നടത്തണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ എന്തൊക്കെ, ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ പ്രായമുള്ള മുതിർന്ന പിന്നെ പൗരന്മാരെടുക്ക ചോദിച്ചാൽ മാത്രമേ ആ സ്ഥലത്ത് പണ്ട് കാലത്ത് ഏതൊക്കെ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു, സസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണയെങ്കിലും കിട്ടത്തുള്ളൂ. ഇപ്പൊ ചെങ്ങന്നൂർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പാഴ്ത്തടികൾ എന്നുള്ള പേരിൽ എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്ന മരങ്ങൾ നമ്മൾ പാഴ്ത്തടി എന്നുള്ള വിഭാഗത്തിൽ വെട്ടിക്കൊണ്ട് പോകാനായിട്ട് അനുവദിക്കുകയും നമ്മുടെ പുരയിടങ്ങൾ വൃത്തിയാക്കി കിടക്കണമെന്ന് വെച്ചുള്ള വിചാരിക്കുന്നത് കണ്ടമാനം തടികളാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊണ്ട് പോയിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ പച്ചപ്പ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും സാധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വസ്തുവിലൊന്നും മരത്തിന് വില പറയുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന കുറച്ച് മരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പാഴ്മരം എന്നുള്ള ഒരു കാറ്റഗറിക്കകത്താണ് അവർ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മരത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം പ്രായമുള്ള കുറച്ചു പേർക്ക് മാത്രമൊക്കെ ചിലപ്പോൾ അറിയത്തുള്ളൂ. പുതിയ തലമുറയിൽ ഇത്തരം മരങ്ങളെക്കുറിച്ചോ ഉള്ള ധാരണ, എന്തിനേറെ പറയുന്നു, ബോട്ടണി പഠിക്കുന്ന വിദ്യാർത്ഥികളെടുക്കുക ആ ക്യാമ്പസിലെ ഒരു 10 മരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ പലപ്പോഴും അവരെ കൊണ്ട് സാധിക്കത്തില്ല. അവർക്ക് അറിയാവുന്ന കുറച്ച് മരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അവരെ സംബന്ധിച്ചോളം വിദേശിയാണ്. അവർക്കൊന്നും നമ്മുടെ നാട്ടിലുള്ളതാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ മേഖലയിൽ ഉണ്ട്. അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെയൊക്കെ സംരക്ഷിക്കുകയും അത്തരത്തിലൊരു മനോഭാവം ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ അത്തരം അറിവ് കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ ആ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനൊക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ പ്രദേശത്തിന്റെ റേറ്റിംഗ് ഇല്ലാത്തപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ ബിറ്റുകളായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പൊ ജീവികൾക്ക് ഒരു കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും അവരുടെ ജീവിതം സുഖകരമാകത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ ആ മുമ്പോട്ടുള്ള പോക്കും ബിഹേവിയറും എല്ലാം അഫക്റ്റഡ് ആവുന്ന സാഹചര്യമാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ളത്. ഇടുക്കിയിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണെന്നുള്ളതും നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഒരു ഭാഗത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ചെയ്ത ഒരു വർക്കിന്റെ കാര്യമാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഇടപെട്ടിട്ടുള്ള ഇത്ര ശാസ്ത്രീയമായിട്ടുള്ള കാര്യം മാത്രമല്ല, ഇത് വനം കയ്യേറി ഏലം കൃഷി ചെയ്ത ഒരു സ്ഥലത്ത് അനധികൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു എസ്റ്റേറ്റ് വനം വകുപ്പ് ഇടപെട്ട് തിരിച്ചു പിടിച്ച് അതിനെ വെറുതെ ഒന്നും ചെയ്യാതെ ഏലം മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു സ്വാഭാവിക വനം വളരാനായിട്ട് അനുവദിച്ചതിന്റെ ഒരു കഥയാണ് ഈ ഒരു 4-5 സ്ലൈഡ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഭൂപരിഷ്കരണ നിയമം തൊട്ട് 1964 ഭൂപരിഷ്കരണ നിയമം തൊട്ട് ഉള്ള കഥകൾ ഇതിന്റെ പുറകെ പറയേണ്ടതായിട്ട് വരും. ഞാൻ അത്രയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അനധികൃതമായിട്ട് കൈവശം വെച്ച മല്ലിക എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു എസ്റ്റേറ്റ് വയനാട് ഇപ്പൊ നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് വളരെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തെ ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പൊ അനധികൃതമായിട്ട് 10-200ഓളം ഏക്കർ ഒരു ചെറിയ സ്ട്രിപ്പ് മാത്രമാണ് അവര് വെട്ടി മാറ്റാനായിട്ട് പോയത്. അപ്പൊ അത് വളരെ സമർത്ഥമായിട്ട് പോലീസിന്റെ സഹായം ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നിട്ടും അവർ നല്ലൊരു ടീമിനെ ഉണ്ടാക്കി രഹസ്യമായിട്ട് പോയി അത്തരം ഒരു പ്രദേശം തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെ പൂർണ്ണമായിട്ടും വനമേഖലയായിരുന്നു. ആ വനമേഖലയിലാണ് ഇത്തരത്തിലുള്ള ഏലം കൃഷി ചെയ്തുകൊണ്ട് ഇരുന്നത്. അപ്പൊ അതിന്റെ പട്ടയം ഓൾറെഡി എൻ്റെ റദ്ദ് ചെയ്യപ്പെട്ട ഒരു പട്ടയമായിരുന്നു ആ വസ്തുവിന്റെ. അത് മറച്ചു വെച്ചിട്ടാണ് അവര് അവിടെ കൃഷി തുടർന്നുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ സുഹൃത്ത് അത് മനസ്സിലാക്കി, രേഖകളിൽ നിന്നും അത് മനസ്സിലാക്കി അവരോട് നേരിട്ട് സംസാരിക്കുകയും വനം വകുപ്പിലെ ബാക്കി ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ആ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത് അത് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഇതേപോലെ ഏലക്കാടുകളും വെട്ടി നശിപ്പിച്ചതിനുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. അതിനുശേഷം ആ സ്ഥലത്തെ അതേപോലെ ഒന്നും ചെയ്യാതെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പേ കണ്ട ആ ഏലം കാണുന്ന അതേ പ്രദേശമെല്ലാം ഒരു വനമായിട്ട്, സ്വാഭാവിക വനമായിട്ട് മാറുന്ന ഒരു ഇതെല്ലാം സെക്കൻഡറി ഗ്രോത്ത് ആണ്.
അപ്പോൾ പഴയ നമ്മളടുത്തെ ഇതേ പ്രദേശത്തുണ്ടായിരുന്ന ആ വനങ്ങൾ അല്ലെങ്കിൽ ആ മരങ്ങളെല്ലാം അതേപോലെ വരും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരികയുമില്ല. എന്നിരുന്നാലും അത് കാടിന്റെ അവസ്ഥ തിരിച്ചു വന്നു. ഇവിടെ ഈ ഷെഡ് കെട്ടി ഏലം കൃഷിയിൽ ജോലിക്കാർ ഉണ്ടായിരുന്നത് കാരണം അവിടെ ആ പ്രദേശത്ത് മൃഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അത് ആ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ആൾതാമസം വരികയും അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ മൃഗങ്ങൾ ആ പ്രദേശം വിട്ടുപോയി. പക്ഷേ ഈ അവിടുത്തെ കൃഷി മുഴുവൻ നശിപ്പിച്ച് സ്വാഭാവിക വനം വളരെ നശിച്ചപ്പോഴത്തേക്ക് ഈ മൃഗങ്ങളെല്ലാം തിരിച്ചെത്തി. അപ്പൊ തിരിച്ചെത്തുകയും ആ ഷെഡ് പഴയ ഷെഡാണ്, അതെല്ലാം ആന ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന്റെ പല ഭാഗങ്ങളും ബിൽഡിങ്ങുകളെല്ലാം ആന ഇടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. ആനപ്പിണ്ടോ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അവിടെ ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു ക്രമീകരണമൊന്നും അന്നത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുൻപാണ്, അത് ഇല്ലായിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ഇവര് റെയ്ഡിന് വേണ്ടി വന്ന് ഒരു റോഡാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. മുമ്പോട്ട് വഴിയെ കാണാനില്ല, അതേപോലെ മരങ്ങൾ കിളിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇതും ഒരു സ്ഥാപനമാണ്. ഇത്തരം പ്രവർത്തനങ്ങളും പുനഃസ്ഥാപനമാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ എപ്പോഴും പല കാര്യങ്ങൾക്ക് ന്യായമായിട്ടും ഒക്കെ തന്നെ നമ്മൾക്ക് എതിർപ്പുകളും കുറ്റപ്പെടുത്തലും ഒക്കെ ഉള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ മിടുക്കരായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥര് നമുക്ക് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ അനുഭവിച്ചു പോരുന്ന ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് സവിശേഷ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇവരുടെ കുറെ പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലും കൂടി ഉണ്ട് കൂടി ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ സ്ലൈഡുകൾ കൂടെ എന്നോടൊപ്പം ഞാൻ ചേർത്തത്. അപ്പം പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള മുൻപറഞ്ഞ പോലുള്ള ഇടപെടൽ മാത്രമല്ല, അതിലുപരിയായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരുതരം ഗ്രീൻ ഇൻസ്പിറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും, അത് നമ്മൾ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ചെറിയ കൊച്ചുകുട്ടികൾക്കോ യൂത്തിനോ മാത്രമല്ല, എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പിറേഷൻ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, ഒരു വെള്ള പേപ്പറിന്റെ പ്രിന്റ് എടുത്ത സൈഡ് അങ്ങേപ്പുറം നമുക്ക് ഉപയോഗിക്കാൻ ഒക്കുമെങ്കിൽ അതുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇല്ലാത്ത ഒരു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ ഭാവിയിൽ ഒരു ഡാം വരുന്നതിനെതിരെ പ്രവർത്തിക്കുകയാണ്. അല്ല, നമ്മൾ ഇൻക്ലാബ് വിളിക്കുകയും വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ പരിസ്ഥിതി രക്ഷിക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ളതല്ല. നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക്, നിങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം പോരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും 4-5 പേരെങ്കിലും ഒരു കൈ ഉയർത്തുന്നവരുണ്ടെന്നുള്ളത് ഒരു പ്രതീക്ഷയ്ക്ക് വകവരുന്ന കാര്യമാണ്. കിണറ്റിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം കോരുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കിണറിനെ നമുക്ക് പഴയ സ്നേഹം നമുക്ക് കിണറിനോട് ഇപ്പോഴും ഇല്ല. നമ്മൾ അതിനെ അടച്ചങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കളയുന്ന സിനിമയ്ക്കകത്ത് കഥാപാത്രം പറഞ്ഞ പോലെ അങ്ങനൊരു അവസ്ഥയിലാണ് കിണറുകൾ. പലയിടത്തും ഈ പാട പോലെ കിണറിന്റെ വെള്ളത്തിന്റെ മുകളിൽ ഫോം ചെയ്ത് അതിന്റെ അടിയിൽ നിന്ന് ഇച്ചിരി ശുദ്ധജലം കിട്ടിയാലായി എന്നുള്ള അവസ്ഥയിലാണ് കിണറുകളുടെ അവസ്ഥ. അപ്പം അതൊക്കെ ഒന്ന് മാറാനായിട്ടും അത്തരം ഒരു ചിന്ത കൊണ്ടുവരികയും തൊട്ടി ഉപയോഗിച്ചത് കോരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി 10 തൊട്ടി വെള്ളം ഒരു ദിവസം കോരുകയാണെങ്കിൽ നമ്മൾ അത്രയും വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നതിനകത്തൊരു ഇത് വരത്തില്ലേ എന്നൊരു ചിന്ത അവരിലേക്ക് കൊണ്ടുവരികയും, ചെറിയ പ്രവർത്തനങ്ങൾ മതി നമുക്ക് ഒത്തിരി ഭാവിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെറിയ പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടും. അല്ലാതെ വലിയ കാര്യം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ ഒരു മടി കാണിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചെറിയ പ്രവർത്തനങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗ്രീൻ ഇൻസ്പിറേഷൻ കിട്ടുക എന്നുള്ളത്. കുട്ടികളെ ഞാൻ ഒത്തിരി തവണ നേച്ചർ ക്യാമ്പുകൾക്ക് വനം വകുപ്പുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ നെല്ലിയാമ്പതിൽ കൊണ്ടുപോയ ഒരു യാത്രയാണ്. ആ ഒരു യാത്രാ സമയത്ത് ഞാൻ എടുത്ത ആ ഒരു പോസ്റ്റിനെ ഞങ്ങൾ കാട്ടുതീക്കെതിരെയുള്ള ഒരു അവബോധ പോസ്റ്ററായിട്ട് നമ്മൾ അതിനെ മാറ്റി. അത് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിൽ അവരത് സ്വീകരിക്കുകയും ഇങ്ങനൊരു പോസ്റ്റർ കേരളം മുഴുവൻ ഉപയോഗിക്കത്തക്ക രീതിയിൽ മാറ്റാനും. നമ്മൾ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ തന്നെയാണ്. അല്ലാതെ നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ കല്ല് കൂട്ടി എറിഞ്ഞും മുള കൂട്ടി എറിഞ്ഞും ഉള്ള തീ അല്ല കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 99.99% നടക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാട്ടുതീയാണ്.
അപ്പം നമ്മളാണ് കാരണക്കാർ എന്നുള്ളതിനെ തെളിച്ചു പറയാതെ, എന്നാൽ അതിന് കാരണക്കാരാവാതിരിക്കാം എന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്ത് ആണ് നമ്മൾ ആ പോസ്റ്റർ തയ്യാറാക്കിയത്. അപ്പം ഞാൻ കുട്ടികളുടെയൊക്കെ ഇത് പറയാറുണ്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അത് കാർട്ടൂൺ ആയിക്കോട്ടെ, കവിതയായിക്കോട്ടെ, ഇതൊക്കെ തന്നെ പരിസ്ഥിതിക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ ഏത് കഴിവാണോ സാധിക്കുന്നത് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലാണ്ട് ഇത് ഇത്തരത്തിൽ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്ത വരണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഈ ഒരു ഇമേജ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിക്കാൻ കാണും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ആണ് എപ്പോഴും ഭൂരിഭാഗം നമ്മളുള്ള ആൾക്കാരും ജീവിക്കുന്നത്. പക്ഷെ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായാൽ മാത്രമേ ഒക്കത്തുള്ളൂ. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ധാരാളം ദുരന്തങ്ങൾ കണ്ടവരാണ്. ചെറിയ ചെറിയ ദുരന്തങ്ങൾ, വലിയ ദുരന്തങ്ങളും കണ്ടവരാണ്. അപ്പം ഈ ഒന്ന് രണ്ട് ദുരന്തങ്ങൾക്കിടയ്ക്ക് നമ്മുടെ ജീവിതം ആഘോഷമാക്കുന്ന ഒരു മനുഷ്യ വിഭാഗമാണ് നമ്മുടെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്നത്. നമ്മളെ കാത്തിനിയും ധാരാളം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ട്. ആ ഒരു ചിന്ത, അതിനെ ആ ഒരു ഉണർവ് നമുക്ക്, ആ ചിന്ത ഉണ്ടാക്കുന്ന ഒരു ഉണർവാണ് നമുക്ക് വഴിവെട്ടേണ്ടത്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള പുനഃസ്ഥാപനം പോലുള്ള പ്രവർത്തികൾ ഒരു ചെറിയ അളവിലെങ്കിലും അതിനെ സഹായിക്കും എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ആ റിപ്പയറിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്ര റെഫറൻസുകളാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പം ഇത്രയും നേരം ഇതിനോട് കേട്ടുകൊണ്ടത്, ഇപ്പം ഇതിനേക്കാൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത്രയും നേരം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമേജുകളുടെ സഹായത്തോടെയാണ് ഞാൻ സംസാരിച്ചതെങ്കിലും അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയാൽ ഒരു ഇച്ചിരി ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം 20 സെക്കൻഡുകളുടെയും 30 സെക്കൻഡുകളുടെയൊക്കെ ലോകത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതും അർത്ഥമില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ക്രിയാത്മകമായിട്ടുള്ള വേറെ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും കടക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് ഈ ഒരു അവസരം വന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ കോശി മത്തായി സാറ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹമാണ് ഇവിടുന്ന് വിൽസൺ സാറ് വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ അവസരം കിട്ടിയുള്ള പ്രത്യേക സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ 243-ാമത്തെ വെബിനാറാണ് ഇത് എന്നുള്ള അറിഞ്ഞതും അത്യധികം സന്തോഷമുണ്ട്. ഇത് അത്രയും എപ്പിസോഡുകൾ ഇങ്ങനെ ചെയ്യാനാകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ അർത്ഥവത്തായിട്ട് കൊണ്ട് തുടർന്നുകൊണ്ട് പോകുന്നതിനുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എന്നെ ശ്രവിച്ച ഏവർക്കും ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തിരിച്ചു കേൾക്കാനായിട്ട് മറുപടി കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നന്ദി, നമസ്കാരം. നമ്മുടെ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന വിഷയത്തിൽ പ്രിയ അഭിലാഷ് സാറ് കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നതായ ഈ റെസ്റ്റോറേഷൻ പ്രോസസ്സ് വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സാറ് നമ്മളോട് പറഞ്ഞത് ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ ഒരു ധ്യാനമായിരിക്കട്ടെ. ലെറ്റ് us have hope. നമ്മുടെ ചുറ്റുപാടും വല്ലാതെ നമ്മെ തുറിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാം. പ്രിയ അഭിലാഷ് സാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ. മാർത്തോമ സെമിനാരി കോട്ടയം പട്ടണത്തിന്റെ മധ്യത്തിലാണ്. ഞങ്ങൾ ഏകദേശം ഒരു 120 ആളുകൾ ഇവിടെ പാർക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കുടിക്കുന്നത് ഒരു കിണറ്റിൽ നിന്നാണ്. ആ കിണറ്റിൽ മോട്ടോർ വെച്ചിട്ടില്ല, വെള്ളം കോരിയാണ് എല്ലാവരും കുടിക്കുന്നത്. അതൊരു വലിയ സാക്ഷ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് ഒരിക്കലും പറ്റത്തുമില്ലാക്കണം. നമ്മുടെ MT സെമിനാരി സ്കൂളിന് തൊട്ടിപ്പുറത്താണ് ആ കിണറുള്ളത്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്താണ് ഞങ്ങൾ എല്ലാവരും കുടിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഒരു സാക്ഷ്യമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ സാറിനെ. അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മാതൃകകൾ അവിടെ ഇവിടങ്ങളിലായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പ്രത്യാശ തരുന്നതാണ്. ആ പ്രത്യാശ നമ്മെ മുമ്പോട്ട് നയിക്കും. കഴിഞ്ഞ
ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം സഭയായി കാർബൺ ലെൻഡ് നമ്മൾ ആഹ്വാനം ചെയ്തപ്പോൾ അനേക ആളുകൾ എന്നോട് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞു കുറച്ച് മാറ്റങ്ങൾ അവിടെ ഇവിടങ്ങളിലൊക്കെ വരുത്തി. സാറ് സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ച നമ്മൾ ഇലക്ട്രിസിറ്റി എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അപ്പോൾ പല ആളുകളും ചിന്തിച്ചില്ല എന്തിനാണ് ഈ ലൈറ്റ് എല്ലാം കൂടെ ഇട്ടിരിക്കുന്നത്, അപ്പൊ അതൊന്ന് കുറച്ചാൽ. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി മേഖലകൾ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അല്പസമയം ചർച്ചകൾക്കുള്ള സമയമാണ്. ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഉള്ളവർ അൺമ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കൈ ഉയർത്തി അതിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും. അതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റ് പറഞ്ഞു. അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ 244 വെബിനാർ ആണല്ലോ ഇന്ന് നടന്നത്. അടുത്ത വെബിനാർ 244 വെബിനാറാണ് ഇനി അടുത്ത വെബിനാർ. ആ വെബിനാറിനെ കുറിച്ചുള്ള അറിയിപ്പ് നടത്തിക്കൊള്ളട്ടെ. പതിവ് പോലെ നമ്മുടെ അടുത്ത വെബിനാർ അടുത്ത ശനിയാഴ്ച 244 വെബിനാർ രാത്രി 8:30 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് മാർച്ച് മാസം 22-ാം തീയതി. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും അതിൽ പ്രവേശിക്കാവുന്നതാണ്. വെബിനാറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഏവരെയും അടുത്ത വെബിനാറിലേക്ക് വളരെ ഹാർദവമായിട്ട് അതിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഇതാണ് അനൗൺസ്മെന്റ് ആയിട്ട് നടത്താം. ശ്രീ രാജു ഫിലിപ്പ് സാറിന് സംസാരിക്കും. റെസ്റ്റോറേഷൻ ഓഫ് ഇക്കോസിസ്റ്റം എന്നുള്ള ഇന്നത്തെ ഈ ടോപ്പിക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും കാലിക പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. നേരത്തെ പ്രത്യേകിച്ച് ഞാൻ ലൈറ്റർ പ്ലാറ്റ്ഫോമിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ഇത് അവതരിപ്പിച്ച ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വി മാത്യു എച്ചിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ ഇന്ന് ക്ലാസ് എടുത്തതായിട്ടുള്ള കോളേജിലെ പ്രൊഫസർ പേര് അഭിലാഷ് സാറിനെ സാറ് ഇവിടെ പറഞ്ഞു. അതായത് ടോപ്പിക് ഇതാണെങ്കിലും റെസ്റ്റോറേഷൻ ഓഫ് ദി ഇക്കോസിസ്റ്റം ഇക്കോസിസ്റ്റം ടോപ്പിക്. അതുകൊണ്ട് പറയുന്നതായിട്ടുള്ള വലിയ ഉദ്ദേശിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യത്തില്ല. കൺസർവേഷനാണ് ആവശ്യം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന അതേപോലെ നമ്മുടെ ഈ കൺസർവേഷനാണ് ഏറ്റവും ആവശ്യമെന്ന് സാർ പറയുകയുണ്ടായി. ടോപ്പിക്ക് റെസ്റ്റോറേഷനാണ്. ഞാൻ ദീർഘവർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. 40 വർഷത്തിനോട് ഗൾഫിലായിരുന്നു. അത് പ്രധാനമായിട്ടും കൂടുതൽ സമയവും സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യ നമുക്കറിയാം ഏറ്റവും വലിയ മരുഭൂമിയാണ്. എന്നാൽ നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ അത് മരുഭൂമിയാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പ്രത്യേകിച്ചും നഗരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മലർവാടികളായിട്ട് മാറിയിരിക്കുകയാണ്. ദുബൈയിലെ വലിയൊരു പറയുന്നതായിട്ടുള്ള പാർക്കുണ്ടായിട്ട് പേര് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മരുഭൂമിയാണെന്ന് നമുക്ക് സംശയം തോന്നും. അപ്പൊ അവിടെ ഈ പറയുന്ന റെസ്റ്റോറേഷനുമല്ല കൺസർവേഷനുമല്ല പുതിയതായിട്ട് എന്താ പറയുന്നത് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എന്തുമാത്രം പണം അവർ മുടക്കുന്നുണ്ട്, എന്തുമാത്രം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്ന പ്രത്യേകിച്ച് ഗവൺമെന്റിനുള്ളതായ ആളുകൾ എന്തുമാത്രം അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് പ്രത്യേകമായിട്ട് ആവശ്യമാണ്. ഞാൻ വർക്ക് ചെയ്തതായിട്ട് ഒരു പ്രോജക്റ്റിന്റെ പേര് ഞാൻ 10-20 വർഷം ആ പ്രോജക്റ്റിലായിരുന്നു. റെസ്റ്റോറേഷൻ ഓഫ് വാദി ഹനീഫ എന്നതാണ്. കഴിഞ്ഞ ദിവസം ഇക്കോസിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറേഷൻ ഓഫ് വാദി ഹനീഫ റിയാദിന് പുറകെ ഏകദേശം 35-40 കിലോമീറ്റർ നീളത്തിലുള്ളതായിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടാക്കുകയായിരുന്നു. പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ തന്നെ ഈ വാദിയില് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പലതും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മൊത്തം ഈ പറയുന്ന 30 കിലോമീറ്റർ 40 കിലോമീറ്റർ വലിയൊരു ഗാർഡൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർക്കായിട്ട് മാറി. അവിടെ പോയി ശ്രമിക്കുവാനും അതുപോലെ തന്നെ അവധിക്കാലമൊക്കെയും അവധി ദിവസങ്ങളിലൊക്കെയും പോയി വിശ്രമിക്കാനൊക്കെയുള്ള സംഗതി ഈ പറയുന്ന മരുഭൂമിയുടെ മധ്യത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. അപ്പം
റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന സംഗതിക്ക് വളരെയധികം പരിചയമുണ്ട്. നമുക്ക് ഇതുപോലെ റെസ്റ്റോറേഷനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. മരങ്ങളെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ മരങ്ങളെ പുനഃസ്ഥാപിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയുള്ളൂ എന്നുള്ളതിന് സംശയമില്ല. എങ്കിൽ നമ്മുടെ ഭാവി തീർച്ചയായിട്ടും വളരെയധികമായിട്ട് എന്താ പറയുക അപകടത്തിലാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മാത്യൂസ്. താങ്ക് യു രാജി ഫിലിപ്പ് അങ്കിൾ. അടുത്തത് ഡോക്ടർ ഡി സുനിൽ അച്ഛൻ. അച്ഛാ അൺമ്യൂട്ട് ചെയ്യാം. അച്ഛാ Yeah. കേൾക്കാമല്ലോ അല്ലേ? യെസ്. ഓക്കെ. വി മാത്യു അച്ഛൻ, അഭിലാഷ് സാർ, വളരെ സന്തോഷം. വളരെ ഹൃദ്യമായി നമുക്കൊരു സാധ്യതയുണ്ട്. അനദർ വേൾഡ് ഈസ് പോസിബിൾ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ളത് സാറിന്റെ വാക്ക്. പിന്നെ അതിനുള്ള സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ, അത് കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളൊന്നുമല്ല, വലിയ മാതൃകാപരമായ പ്രവർത്തനമായിട്ട് അത് കാണുന്നു. പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ നൽകാനായിട്ട് സാറിന് കഴിഞ്ഞത് അനേകരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ നൽകാൻ കഴിഞ്ഞതിന് സാറിന് പ്രത്യേക അപ്രീസിയേഷൻ അറിയിക്കുന്നു. ഞാൻ സാറിന്റെ ഈ വളരെ വ്യത്യസ്തമായ ഒരു സമീപനം, ഈ പ്രകൃതിയുടെ പുനഃസ്ഥാപനം, ഇക്കോ റെസ്റ്റോറേഷനെ കുറിച്ച് കേട്ടപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, സാധ്യതകളുടെ ഒരു വാതായനമാണ് സാർ തുറന്നിട്ടത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഈ നമുക്കറിയാം മിയാവാക്കി ഫോറസ്റ്റ് ഒരു ഇക്കോ റെസ്റ്റോറേഷന്റെ ഒരു പിന്നെ സാധ്യത നൽകുന്ന ഒരു പ്രതികരണമല്ലേ? ഒരു ജാപ്പനീസ് ഒരു ബോട്ടണി പിന്നെ ഒരു സയന്റിസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരീക്ഷണമാണ് മിയാവാക്കി. ഇങ്ങനെ പലയിടത്തുമൊക്കെ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ പലയിടങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു 2, 4, 5 സെന്റിനുള്ളിൽ ഇത് നമ്മളെ എത്രമാത്രം സഹായിക്കും എന്നുള്ളത് അതിനെക്കുറിച്ച് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് എല്ലായിടത്തും പോയി ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പോലും. രണ്ടാമത് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ ഇക്കോ റെസ്റ്റോറേഷന് വേണ്ടിയുള്ള പിന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏതൊക്കെ തലം വരെ നമുക്ക് അതിനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, ഇപ്പം സാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ കോളേജിന്റെ ഒക്കെ ഒരു പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ പോയി ഫോറസ്റ്റുകാരെയൊക്കെ മീറ്റ് ചെയ്താൽ ഇതൊക്കെ നടക്കും. സാർ ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ടൊക്കെ ജോലി തന്നെ വെളിച്ചത്തിൽ സന്നദ്ധ പ്രവർത്തകർക്കും ചർച്ചിലെയൊക്കെ യൂത്ത്സിനും ഒക്കെ അതിനുള്ള അവസരങ്ങൾ ലഭിക്കുമോ? ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഒരു സാധ്യതയെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. പറയാം. 2 ചോദ്യങ്ങളാണ് അച്ഛന് ചോദിച്ചത്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം മിയാവാക്കി ഫോറസ്റ്റ് സംബന്ധിച്ചുള്ള ചോദ്യമാണ് വന്നത്. മിയാവാക്കി ഫോറസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥലപരിമിതി കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിൽ നഗരങ്ങളിൽ നഗരവനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകൾ ഒരു വർഷങ്ങൾ 3-4-5 വർഷം മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം പ്രോഗ്രാമുകൾക്കകത്ത് തീർച്ചയായിട്ടും നല്ല ഒരു സാധ്യതയാണ് ഈ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ബൊട്ടണിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്, വുഡ് വൈഡ് വെബ് എന്ന് പറയും. വുഡ് WOOD, വുഡ് വൈഡ്. നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന പോലെ WWW എന്ന് പറയുന്ന പോലെ വുഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ധാരാളം ഫംഗസുകൾ ഈ റൂട്ടുകളിൽ താമസിക്കുന്നുണ്ട്. മൈസീലിയം എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പൊ അത്തരം ഫംഗസുകൾ ഈ തൊട്ടടുത്തുള്ള മരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇപ്പം ഒരു മരത്തിന്, ആ മരത്തിന് ഇപ്പൊ ആഞ്ഞിലിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആഞ്ഞിലി മരത്തിൽ ധാരാളം ഇപ്പൊ ഏതെങ്കിലും ഒരു എലമെന്റ് കൂടുതലായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ എലമെന്റ് നമുക്ക് പണ്ട് കാലങ്ങളിൽ മതിലുകൾക്ക് അപ്പുറം ഇപ്പുറം ചക്ക ഒക്കെ മുറിച്ച്, ഒരു വലിയ ചക്കയാണെങ്കിൽ ആ ചക്ക മുറിച്ച് അപ്പുറത്ത് കൊടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പലയിടത്തും അതൊന്നും ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ പ്ലാന്റിന് കുറച്ച് കൂടുതലായിട്ട് അത്തരം ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് ഇത്തരം മൈസീലിയ നെറ്റ്വർക്ക് വഴി അതിന് ഇച്ചിരി കുറവുള്ള വേറൊരു മരത്തിലേക്ക്, അത് ഈ അയൽപക്കക്കാർ തമ്മിൽ ഒരു ചേർച്ച പറഞ്ഞപ്പോ ചേർച്ചയുള്ള ചില മതിലുകൾക്ക് മുകളിൽ കൂടെ മാത്രമേ ചക്ക വിതരണം നടന്നിരുന്നുള്ളൂ. എല്ലാ മതിലുകളിലും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല.
അപ്പൊ അത് മനസ്സിന്റെ ഒരു ഐക്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐക്യം ചില മരങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുള്ളത് പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന മരങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴ് നമ്മളിപ്പോ ഈ ആറിന്റെ തീരത്തായാലും ഒക്കെ തന്നെ ധാരാളം വലിയ മുളകൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. വലിയ മുള ഈ ആറിന്റെ തീരത്ത് അത്ര ആ എക്കോസിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ മണ്ണിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിനകത്ത് കാര്യമായിട്ടുള്ള സഹായം ചെയ്യത്തില്ല. അച്ചൻകോലാറിന്റെ ഒക്കെ സൈഡിൽ ധാരാളം മുളകൾ കൊണ്ടുവച്ച് നല്ല മഴക്കാലത്ത് അത് എല്ലാം മറിഞ്ഞ് മണ്ണോട് പൊറ്റയോടെ മറിഞ്ഞ് നദിയിൽ വീഴുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ചേർന്ന മരങ്ങളാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഈ മരങ്ങൾ തമ്മിൽ അത് ശാസ്ത്രീയമായിട്ട് തന്നെ കുറെ പഠനങ്ങൾ തെളിയിച്ചു. പമ്പാ നദിയുടെ തീരത്ത് നട്ടാൽ പ്രയോജനപ്പെടുന്ന മരങ്ങളുടെ ലിസ്റ്റ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത്തരം ഡേറ്റകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടത്തില്ല. അത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പലയിടത്തും കൊണ്ട് നമ്മൾ വെക്കാറുള്ളത്. മിയാവാക്കിയെ ഞാൻ ഒട്ടും കുറച്ച് കാണുകയല്ല, പക്ഷേ ഇത്തരത്തിലുള്ള പ്ലാന്റ് ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം അയൽപക്കങ്ങൾ തമ്മിലുള്ള സൗഹൃദം പോലെ ഇത്തരം മരങ്ങൾ തമ്മിലും ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മരങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത കുറച്ചുകൂടെ കാര്യമായിട്ട് വരികയും, നമ്മളിപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും മതിലുണ്ടെങ്കിലും എല്ലാവരും സ്വന്തമായിട്ട് ജീവിച്ചോളും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി തീവ്രമായിട്ട് പ്രവർത്തിക്കുകയും അത് സമൂഹത്തിന് ഗുണകരമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ചില പ്ലാന്റുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ അങ്ങനെ നമുക്ക് സൂചിപ്പിക്കാം. മിയാവാക്കിക്കകത്ത് ചെയ്യുന്നത് ആഴത്തില് മണ്ണെടുക്കുന്നുണ്ട്. 5-6 അടിയോളം ആഴത്തില് മണ്ണെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഈ കരിയിലയും ആട്ടിൻ കാട്ടവും അതുള്ള ഫെർട്ടിലൈസേഴ്സ് ഇപ്പൊ ധാരാളമായിട്ട് നാച്ചുറലായിട്ട് കിട്ടുന്നതൊക്കെ നിറച്ച് ഒരു ലെയറാക്കി മാറ്റി. അപ്പൊ ഞാൻ മിയാവാക്കിയുടെ കാര്യം പറഞ്ഞത്, മിയാവാക്കിയില് എന്തുമാത്രം ആഴത്തില് വേര് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു അത്രയും തന്നെ ഗ്രോത്ത് മുകളിലോട്ട് ഫാസ്റ്റ് ആയിട്ട് വരും. ആ ഒരു പ്രിൻസിപ്പിളാണ് മിയാവാക്കിക്കകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും സ്ഥലപരിമിതിയുള്ള ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ പച്ചപ്പ് ഗ്രീൻ ബെൽറ്റ് പോലെ നിർത്തുന്നതിനകത്ത് അങ്ങേറ്റം സഹായകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മിയാവാക്കി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ ശാസ്ത്രീയമായിട്ട് അത്തരത്തിലാവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നമ്മൾ ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പരിഗണനയും കൂടെ അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അതിനകത്ത് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച്. ഇത് 1996 സമയത്ത് കാനഡയില് ഒരു വനിതയാണ് അവരുടെ പറമ്പില് ആഴത്തില് കുഴിച്ചു തന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ മരങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയത്. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ എല്ലാ സ്പീഷീസുകളും തമ്മിലില്ല. ഒരുപാട് നിന്ന് എല്ലാ മരങ്ങളുമായിട്ടും അത്തരത്തിലുള്ള ഒരു ബന്ധമില്ല എന്നുള്ളത് അവര് പഠിച്ച് മനസ്സിലാക്കുകയും കൂടെ ചെയ്തപ്പോഴാണ് നമ്മളും ആ വഴിക്ക് ഈ മരങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം വന്നത്, രണ്ടാമത്തെ ചോദ്യം എന്തുവായിരുന്നു എന്നോടൊന്ന് പറയാമോ? ഇത് ഇതുപോലെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടേ ചർച്ചിന്റെ അങ്ങനെ പ്രോഗ്രാമുകളുടെ സാധ്യത തീർച്ചയായിട്ടും സാർ. അതെങ്ങനെയാ കോൺടാക്ട് ചെയ്യേണ്ടത്? ഓക്കെ. അപ്പൊ അതിനകത്ത് ചെയ്യേണ്ടത് നമ്മുടെ നേച്ചർ ക്യാമ്പുകൾ വനം വകുപ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നേച്ചർ ക്യാമ്പ് ഈ വർഷം പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഒരു സെപ്റ്റംബർ ആയപ്പോൾ തന്നെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഫണ്ടിനകത്ത് ക്രൈസിസ് വന്നപ്പോഴത്തേക്ക് സെപ്റ്റംബറിന് ശേഷം വനം വകുപ്പ് നടത്തുന്ന ക്യാമ്പുകളെല്ലാം തന്നെ പെയ്ഡ് ക്യാമ്പുകളായിട്ട് മാറ്റി. അപ്പൊ അതായത് ഞങ്ങള് കുട്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചെയ്യുന്നത് നമ്മുടെ യാത്രയുടെ ചെലവും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അക്കോമഡേഷനും അവർ തരും, ഫുഡും അവർ തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള യാതൊരു ചെലവും ഇല്ല. പക്ഷേ ഫണ്ടിന്റെ ക്രൈസിസ് കാരണം വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഈ പ്രാവശ്യം സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ട് പിന്നെ അപ്ലൈ ചെയ്തവർക്കെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അവിടെ അവർക്ക് ഫുഡും അക്കോമഡേഷനും ആവുന്ന ഒരു ചെറിയ ചാർജ് കൂടെ അവർ ഈടാക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് കഴിവുള്ളവർ മാത്രമേ അത്തരം ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. ഈ വർഷം മിക്കവാറും ഒരു ആപ്പ് കൂടെ വനം വകുപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആപ്പിനകത്ത് അത് ഫങ്ഷണലായി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഈ ഫിനാൻഷ്യൽ ഇയർ തീരുമ്പോഴത്തേക്ക് മിക്കവാറും ഏപ്രിൽ മാസം തൊട്ട് ചിലപ്പോൾ അത് ആക്റ്റീവ് ആവും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ
ഈ NGOസിനും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കൂട്ടായ്മകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയും നമ്മുടെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും മുൻകാല പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഇനിഷ്യേറ്റീവുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു 2 ദിവസത്തെയോ 3 ദിവസത്തെയോ ക്യാമ്പിന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അത് കേരളത്തിലെ ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അതിനകത്ത് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പ്രയോറിറ്റി ലിസ്റ്റ് വനം വകുപ്പ് തയ്യാറാക്കും. തയ്യാറാക്കിയിട്ട് നമ്മൾക്ക് എന്നാണോ സാങ്ഷനായി കിട്ടുന്നത് ആ സമയത്തേക്ക് നമ്മളെ അതിനൊരു ഒരാഴ്ച മുമ്പ് നമ്മളെ ഇൻഫോം ചെയ്യും. എന്നിട്ട് നമ്മുടെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അതിനുശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് അയക്കും. അയച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ആ സമയത്ത് നമ്മൾ ചെല്ലുന്ന കൃത്യസമയം പറയും, അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഈ ഇത്തരം വനം വകുപ്പിന്റെ ഇത്തരം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 6ഓളം കോളേജുകളിൽ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഞാൻ പല സംസാരിക്കാനുള്ള ടോക്കനായിട്ട് പോയി. കേരളത്തിലെ പ്രശസ്തമായ കോളേജുകൾ പോലും ഇതുവരെ സുവോളജി ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഞാൻ പോയതെല്ലാം തന്നെ. ഇതുവരെ കുട്ടികളെ ഒരു നേച്ചർ ക്യാമ്പിന് കൊണ്ടുപോയിട്ടില്ലാത്ത പ്രശസ്തമായ കോളേജുകൾ പലതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി അത്തരത്തിലുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, തീർച്ചയായും ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണത് കുട്ടികൾക്ക്. നമ്മൾ ഈ ക്ലാസിന്റെ 4 ആ ഒരു മതിലിൽ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മുടെ സിലബസ് കരിക്കുലത്തിന് ഏറ്റവും വലിയൊരു പരാധീനതയും അത് തന്നെയാണ്. ഈ എക്കോ റെസ്റ്റോറേഷൻ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരാള് ഒരിക്കലും ഇതിനെ തിയറിയായിട്ട് പഠിക്കുന്നതും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അത്തരത്തില് ജീവിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം സിലബസ് നമുക്കില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഈ ജോലിക്കകത്ത് ഭയങ്കരമായിട്ടൊരു നിരാശയും ഒരു വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു അവസ്ഥയുടെ രാഹിത്യം അത് വലുതായിട്ടുണ്ട്. വെച്ചാൽ ഇത് ഈ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ റിസൾട്ടൂടെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള ഒരു പഠന പ്രക്രിയയ്ക്ക് ഒത്തിരി അർത്ഥമുള്ള ഒരു കാര്യമാണ്. പച്ച തന്നെ പറഞ്ഞ അവിടെ സെമിനാരിയില് വെള്ളം കോരി ഇത് അതൊക്കെ മനസ്സിൽ എപ്പോഴും കിടക്കും, പ്രവൃത്തിയിലേക്കൂടെ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു അവസരം ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യങ്ങൾ ഇല്ല. അതിന്റെ ഒരു പോരായ്മ, അതിനകത്തൊരു വിഷമവും അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ പങ്കുവെക്കുന്നു. അപ്പോൾ വനം വകുപ്പ് തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്കായിട്ടും താല്പര്യമുള്ളവർക്കായിട്ടും ഒരുക്കുന്നത്. തീർച്ചയായിട്ടും അത് അവൈൽ ചെയ്യുക. അതിനുള്ള എന്ത് സഹായം വേണമെങ്കിലും എന്നോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും തന്നെ DFOമാരായിട്ട് പുറമായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഉയർന്ന പൊസിഷനിലുള്ളവരായതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്തും താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ വിടാനുള്ള ക്രമീകരണവും നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. താങ്ക് യു സാറേ. ജോർജ് യോഹന്നാൻ സാറ് കൈ ഉയർത്തിയിട്ടുണ്ട്. സാറ് സംസാരിക്കുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. എനിക്ക് ഒരു ചെറിയ ചോദ്യം. ഈ കാടിനെ വെട്ടിപ്പിടിച്ച് നമ്മള് അവരുടെ വന്യമൃഗങ്ങളൊക്കെ സഞ്ചരിച്ചിരുന്ന സ്ഥലം ഇപ്പൊ സാറ് കാണിച്ച 1-2 സ്ക്രീൻഷോട്ടിൽ കാട്ടുപോത്തിന്റെ കാര്യമൊക്കെ കാണിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. അവരുടെ സ്ഥലം നമ്മൾ കയറി ആക്രമിച്ചത് കൊണ്ടല്ലയോ ഇവരൊക്കെ ഇങ്ങോട്ട് ഇപ്പൊ നാട്ടിലോട്ട് കയറി വരുന്നത്? അതൊരു കാരണമാണോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, അത് സാറിനോടല്ല ഞാൻ ചോദിക്കേണ്ടത്, നമ്മുടെ ഈ ഞങ്ങളെ പോലുള്ള ക്രിസ്ത്യാനികളുടെ പള്ളികൾ ഇവയൊക്കെ എല്ലായിടവും AC ആക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. ഒന്നാമത് ഇപ്പം ദാരിദ്ര്യമൊക്കെ മാറി ആളുകളുടെ കയ്യിലെല്ലാം പണം ധാരാളം വന്നിരിക്കും. പണ്ട് ഒരു ഫാൻ തന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഫാനുള്ള പള്ളികൾ വളരെ കുറവായിരുന്നു. ഇപ്പം എല്ലാ പള്ളിയും ഒരാൾ AC ആക്കിയപ്പോഴത്തേക്ക് മറ്റേ അച്ഛനും ഞങ്ങളുടെ പള്ളി AC ആക്കണം, മറ്റവരിങ്ങനെ AC. അപ്പൊ ഇതിന് ഈ പഴയ കാലത്ത് ഒരു സാഹിബ്, അദ്ദേഹത്തിന്റെ പേര് കേണൽ മൺട്രോ എന്നായിരുന്നു. ഇവിടെ ഈ കൊച്ചു 7-8 വയസ്സുള്ള അച്ഛന്മാർ ധാരാളം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടതുപോലുള്ള വേദോസ്ത ജ്ഞാനവും അറിവും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് ഈ വൈദിക സെമിനാരി ഉണ്ടാക്കി അവരെ നല്ലപോലെ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ദേശത്തിന് മുഴുവൻ ഗുണം വരുമെന്ന് സാഹിബ് കണ്ടുപിടിച്ചു. അങ്ങനെ ഈ സെമിനാരി വന്ന് ആദ്യത്തെ സെമിനാരി, അല്ലാതെ ഈ പള്ളിക്കാരൊന്നും ഉണ്ടാക്കിയതല്ല സെമിനാരി. ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തില്ലേ? ഈ 2 ചോദ്യം മാത്രം.
സാറ് ഒന്നാമത് ചോദിച്ചത് വന്യമൃഗ ശല്യത്തിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. സാറേ, ഇപ്പൊ നമ്മുടെ ഒരു ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ജനസംഖ്യ കൂടുകയും ഇപ്പൊ സാറ് പറയുന്ന ആ ആശയത്തിന്റെ ഒരു ആധാരമായിട്ട് ജീവിക്കാന് എത്ര പേര് താല്പര്യപ്പെടും എന്നുള്ളിടത്താണ് നമ്മൾ ഈ അതിർവരമ്പ് കിടക്കുന്നത്. അപ്പം ഈ നമുക്ക് ജീവിച്ചു പോകാനുള്ള, അതായത് നമ്മുടെ കാൽവയ്പ് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം, അമർത്തി ചവിട്ടരുത്. അതായത് നമ്മൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന അമർത്തി ചവിട്ടരുത്. നമ്മുടെ കാൽവയ്പുകൾ ചെറുതായിരിക്കണം. ആ പാദമുദ്ര പതിയുന്നത് ആഴത്തിലും ശക്തിയിലും ആവരുത്, ഭൂമിക്ക് നോവാതെ എന്നുള്ളൊരു പറയുമ്പോൾ തന്നെ അതിനകത്ത് ഈ നമ്മുടെ ജീവിതശൈലിയും കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് മാതൃകകളില്ല, മനുഷ്യനായിട്ടും ഇല്ല, പ്രവർത്തികളായിട്ട് നമുക്ക് മാതൃകകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസവും കാണുന്ന വാർത്തകളും എല്ലാം തന്നെ നമുക്ക് എടുത്തു പറയത്തക്ക മാതൃകകൾ സമൂഹത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം സാർ പറഞ്ഞ പോലെ എല്ലാവരും മത്സരിക്കുകയാണ്. ആരാണ് ഇവിടെ എത്തി പുറകോട്ട്. ഇപ്പൊ നമ്മൾ ഈ മാരത്തൺ ഓട്ടം മുമ്പോട്ട് നമ്മൾ ഓടുന്ന ഓട്ടമാണ്. ബാക്കത്തോൺ ഉണ്ട്. ബാക്കത്തോൺ എന്ന് പറയുമ്പോൾ പുറകോട്ട് ഓടുകയാണ്. അപ്പൊ ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ പുറകോട്ട് ഓടി മാതൃകയാക്കി കാണിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ, ജീവിച്ചു പോകാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടില് ഇത്രയെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരാധീനതകളും നമുക്കുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അത് മറക്കുകയും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സവിശേഷ രീതിയാണ് നമ്മുടെ ലോകത്ത് പല ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ജീവിതം എങ്ങനെയാവണം എന്ന് കൃത്യമായിട്ട് ഉത്ബോധിപ്പിക്കാൻ കഴിവുള്ളവരല്ല പലർക്കും. ഇവർക്ക് ചരിത്രം അറിയത്തില്ല, രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയം പാർട്ടി രാഷ്ട്രീയം അല്ല ഉദ്ദേശിച്ചത്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ആ ഒരു അർത്ഥത്തിൽ ആ രാഷ്ട്രീയം അറിയത്തില്ല. അവർക്കൊക്കെ ഈ സെക്കൻഡുകളിൽ എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൽ കടക്കാം എന്നുള്ള രീതിയിലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്ര ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരു തലമുറയിൽ നമ്മൾ താല്പര്യപ്പെടുന്ന ഈ തരം ഘടകങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ഈ പുസ്തകങ്ങളുടെ സഹായത്തോടെ അത് വലിയ പ്രയാസമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ പ്രവൃത്തികളിലേക്ക് അവരെ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത്ര എനിക്ക് പറയാനൊക്കത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഫോറസ്റ്റിലെ റേഞ്ച് ഓഫീസർ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ഇവിടെ ടീച്ചിങ്ങിന് വന്നപ്പോഴും നമുക്ക് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ്. ഇപ്പൊ പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യുന്നതിനകത്ത് ഒത്തിരി പരിമിതികൾ, നമ്മൾ ഒത്തിരി ചട്ടക്കൂടുകൾ കാത്ത് ആയി പോകുന്നു. അപ്പൊ സിലബസ് ഇപ്പൊ 4 വർഷ കോഴ്സിന്റെ സിലബസുകൾ വന്നേക്കുന്നു. ഇതൊന്നും തന്നെ വളരെ ഒരു സമഗ്രമായ അഴിച്ചുപണിയല്ല. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനകത്തും അത് പ്രാവർത്തികമാക്കുന്നതിനകത്തും നമ്മൾ ഇപ്പോഴും പല മേഖലകളിലും വിദ്യാഭ്യാസത്തിനകത്ത് അതൊരു എക്സ്ക്യൂസ് പറയാനൊക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അത് ഇച്ചിരി ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ, ഞാൻ ഈ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ബാക്കത്തോൺ നമുക്ക് ആവശ്യമുള്ള മേഖലകളാണ് സാറ് സംസാരിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ചിന്തകളും പ്രവൃത്തികളും വരണം. സാർ രണ്ടാമത് ചോദിച്ച ചോദ്യം ഞാൻ നോട്ട് ചെയ്തില്ല. സാറിന് പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം എന്തുവായിരുന്നു സാറേ? സാറിനോടല്ലെന്നാ പറഞ്ഞത്. ജനറൽ ആയിട്ട് ഉള്ളതാന്ന് തോന്നുന്നു അല്ലേ സാർ? അഭിപ്രായം പറഞ്ഞാന്ന് തോന്നുന്നു. അപ്പോ ഇതാണ് സാറേ യഥാർത്ഥ അവസ്ഥ. എനിക്ക് ഫീൽ ചെയ്തൊരു സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. താങ്ക് യു അഭിലാഷ് സാറേ. സാറിന്റെ സന്തോഷം. ടോക്കും അതിനുശേഷമുള്ള ഇന്ററാക്ഷനും വളരെ മീനിങ് ഫുൾ ആയിരുന്നു. മറ്റാരും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്തതിന്, നിങ്ങളോട് സംസാരിച്ചതിന് വളരെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു. സാറ് സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലായിടത്തും ചട്ടക്കൂടുകൾ മാത്രമേ നിർമ്മിക്കപ്പെടുന്നുള്ളൂ. ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴികൾ വളരെ വിരളമായി തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെവിടങ്ങളിലായി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ എഫക്റ്റ് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ബിക്കോസ് വി ആർ ഓൾ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. ആ സിസ്റ്റം വളരെ കറപ്റ്റഡ് ആണ്. സിസ്റ്റം വളരെ
ഈവിൾ ഉള്ളതാണ്. അത് നമ്മുടെ എല്ലാം ഒരു ദുഃഖമായി അവസാനിക്കുകയാണ്. എന്നാൽ അതിനിടയിലും ഒരു പ്രത്യാശയുടെ അനുഭവത്തെക്കുറിച്ചാണ് സാർ പറഞ്ഞത്. ആ പ്രത്യാശയാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. അത്തരത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഓവർ ടു റോയ് ഫിലിപ്പ് സാർ. കൃതജ്ഞതയും പ്രാർത്ഥനയും ആശീർവാദവുമാണ് ഇനിയുള്ളത്. കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി ബെൻസി അക്കമുറ്റം സാറിനെ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ 243ാമത് വെബിനാറാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ വെബിനാറിലും വ്യാപരിച്ച ദൈവകൃപയോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ ഈ വെബിനാറിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് സുവോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് സാറാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സാർ നടത്തിയ ഈ പ്രഭാഷണം വളരെ ആകർഷകമായിരുന്നു. ഇത്രയും ഭംഗിയായി ഈ വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്ന അഭിലാഷ് സാറിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ വെബിനാറിൽ സ്വാഗതം ആശംസിക്കുകയും മോഡറേറ്ററായി നേതൃത്വം വഹിക്കുകയും ചെയ്ത ഡോക്ടർ വി എ മാത്യു അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ശ്രുതിമധുരമായ പ്രാരംഭ ഗാനം ആലപിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത മിസ്സസ് സ്മിത മെറിൻ തോമസ് കൊച്ചമ്മയോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ വെബിനാറിൽ ആദ്യാവസാനം നേതൃത്വം വഹിച്ച അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിനോടും അനൗൺസ്മെൻറ്റ്സ് നടത്തിയ വി ഐ ജേക്കബ് സാറിനോടും ചർച്ചയിൽ പങ്കെടുത്ത ഏവരോടും പ്രത്യേകമായി ഈ വെബിനാറിൽ സന്നിഹിതരായ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ബെൻസി അക്കമുറ്റം സാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇനി സുനിലച്ഛൻ്റെ പ്രാർത്ഥനയും ആശീർവാദത്തോടുകൂടി നമ്മുടെ സെമിനാർ അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, പ്രപഞ്ചത്തിന് നാഥനായ ദൈവമേ, ഈ പ്രപഞ്ചത്തെ അവിടുന്ന് മനോഹരമായി സൃഷ്ടിച്ച് അതിനെ പരിപാലിപ്പാൻ, ഇതിൽ വേല ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ഫലമേൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കാലാകാലങ്ങളായി ഈ പ്രപഞ്ചത്തെ ചൂഷണം ചെയ്ത് പ്രപഞ്ചത്തിന് ദോഷകരമായ രീതിയിൽ കർത്താവെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങളുടെ കുറവ് സമ്മതിക്കുന്നു. ഈ പ്രപഞ്ചത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന വേളയിൽ അതിനെക്കുറിച്ചുള്ള നല്ല ആലോചനകൾ ഞങ്ങൾക്ക് അഭിലാഷ് സാറിലൂടെ നൽകിയതുകൊണ്ട് സ്തോത്രം. ഈ ഇക്കോസിസ്റ്റത്തിന്റെ വീണ്ടെടുപ്പ്, അതിനെ എങ്ങനെ, അതിൻ്റെ റെസ്റ്റോറേഷൻ എങ്ങനെ സാധിക്കും, അതിനെക്കുറിച്ച് നല്ല ചിന്തകൾ തൻ്റെ പ്രായോഗിക ജീവിത അനുഭവങ്ങളിലൂടെ പകർന്നു നൽകിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിരാശയോടെ പ്രകൃതിയെ നോക്കിക്കാണുകയല്ല, പ്രത്യാശയോടെ നോക്കിക്കണ്ട് ഇതിനെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. നല്ല ദർശനങ്ങൾ നൽകുന്ന എല്ലാവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് അഭിലാഷ് സാറിന് ഈ നാളുകളിൽ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹീതമായി നേർ നൽകുവാൻ കൊണ്ട് സാറിനെ സഹായിക്കുന്നുണ്ട് സ്തോത്രം. സാറിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രവർത്തന മേഖലകളിൽ അവിടുന്ന് കൂടിയിരിക്കണമേ. കലാലയത്തെ വാഴ്ത്തണമേ. സാർ നേർ നൽകുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. വലിയ ബോധ്യം നൽകി അവരെ കർത്താവിനെ നയിപ്പാൻ കൊണ്ട് സാറിനെ സഹായിക്കണം. വി എം മാത്യുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛനും ചെയ്യുന്ന ഇക്കോളജിക്കൽ കമ്മീഷൻ നൽകുന്ന നേതൃത്വത്തിനായി സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. കർത്താവെ സഭയോട് കൂടി ഇരിക്കണമേ. ഞങ്ങൾ ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘനാളുകളായി വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിപ്പാനും ഞങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ സഭയിലുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ എപ്രകാരം നിർവഹിക്കാമെന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നൽകുന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഇതിൻ്റെ പ്രവർത്തകരെ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങൾക്ക് ശാന്തമായ വിശ്രമം നൽകണമേ. പ്രഭാതത്തിൽ ഉണർന്നിട്ടൊക്കെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പരമപിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.